عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന മുതഅല്ലിമീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംഗമത്തിൻ്റെ ആവശ്യകതയും താല്പര്യമൊക്കെ വിസ്തരിച്ച് പല ഭാഷണങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇഖ്യാസുൽ ഉസ്താദ് അവറുകൾ ജീവിച്ച മഹാനുഭാവൻ്റെ ജീവിതം ഉൾക്കൊള്ളുന്ന ആ ഒരു നൂറ്റാണ്ടിൻ്റെ പൊളിക്കലുമായി ബന്ധപ്പെട്ട, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളുടെയും ചരിത്രം പലപ്പോഴും മന്ദിച്ചു നിന്ന പോരാട്ടങ്ങളുടെയും കഥ പറയലാണ് എൻ്റെ ലക്ഷ്യം. അമുഖമായി മഹാന്മാരെ നമ്മൾ എന്തിനാണ് സ്മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. ചിലത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, ദിക്റു സാലിഹീൻ ഇബാദത്ത്, സാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത് ഇബാദത്താണ്. രണ്ടാമത്തേത്, അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ജീവിച്ചു പോയി എന്ന പുതിയ തലമുറയുടെ ഓർമ്മപ്പെടുത്തൽ. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരായിരിക്കും ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ പിറക്കുന്ന കുട്ടികൾ. ത്യാഗപൂർണമായൊരു ജീവിതം നയിച്ച് ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിച്ച് തൻ്റെ ജീവിതം ധന്യമാക്കി കടന്നുപോയ ഹസൻ ഉസ്താദിനെ പോലെയുള്ളവർ എത്രമേൽ സൂക്ഷ്മമായ ജീവിതം കൊണ്ടുപോയി എന്നത് നമുക്കും നമ്മുടെ പുതിയ തലമുറക്കും നന്നായിട്ട് പഠിക്കേണ്ട ഒരു പാഠാണ്. അവരുടെ ദഅവത്ത് എത്രമേൽ ഇഖ്ലാസിൽ ഊട്ടിയുറപ്പിച്ചതായിരുന്നു എന്നത് നമ്മളാകുന്ന പുതിയ കാല പ്രവർത്തകർക്കും പ്രബോധകർക്കും മികച്ചൊരധ്യായമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അസം മുസ്ലിയാർ കോഴിക്കോട് എന്ന പേരിൽ ഒരു പോസ്റ്റ് കാർഡ് വരുന്നു. അത് പലയിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ബഹുമാന്യരാവുന്ന ഹസൻ ഉസ്താദിൻ്റെ കയ്യിലെത്തും. അതിലുള്ളത് എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ വഹാബി പ്രസ്ഥാനക്കാർ വന്ന് പ്രവർത്തനം തുടങ്ങി കുറേ ആളുകളൊക്കെ അവരുടെ ഫിത്നയിൽ പെട്ടുപോയിട്ടുണ്ട്. താങ്കളൊന്ന് വന്ന് പ്രഭാഷണം നടത്തി വഹാബി പ്രസ്ഥാനക്കാരെ തിരുത്തുകയും ഞങ്ങളുടെ നാട്ടുകാരെ സംരക്ഷിക്കുകയും വേണമെന്ന്. പെരിന്തൽമണ്ണയ്ക്കപ്പുറം ചെറുപ്പുളശ്ശേരിയുടെ ഉള്ളിൽ നിന്നായിരുന്നു ആ കത്ത് വന്നത്. ഈ കത്ത് കിട്ടിയ അന്ന് ഇ കെ ഉസ്താദ് അങ്ങോട്ട് ബസ് കയറുകയാണ്. ധാരാളം അയച്ചത് എന്ന അഡ്രസ്സോ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സ്വാധീനങ്ങളോ ആരാണ് സ്വീകരിക്കാനുണ്ടാകുക എന്നതോ ഒന്നും ദീനിൻ്റെ ഖിദ്മത്ത് മുൻനിർത്തിയാകുമ്പോൾ ആലോചിക്കാൻ സമയമില്ലായിരുന്നു ഹസൻ ഉസ്താദ്. അവിടെ ചെന്നു നേരത്തെ പലരോടും അന്വേഷിച്ച് ഈ കത്തെഴുതിയ ഹാജിയാരെ കണ്ടുപിടിച്ചു. അദ്ദേഹവും കുറച്ചാളുകളും ചേർന്ന് അന്ന് തന്നെ കാതോട് കാതോരം അതേക്കുറിച്ച് പ്രചാരണം നടത്തി. ചെറിയൊരു സ്റ്റേജ് പോലത്തെ സംഭവം സംഘടിപ്പിച്ച് മഗ്‌രിബിക്ക് ശേഷം ഇ കെ ഹസൻ ഉസ്താദ് തൻ്റെ ഉജ്ജ്വലമായ വാഗ്വിലാസം വഹാബികളെ മുച്ചൂടും ഭയപ്പെടുത്തും വിധം ആ കൂടിയ ആളുകൾക്കൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രഭാഷണം നടത്തുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്ക് നല്ല സ്വാധീനമുള്ള വഹാബി പ്രസ്ഥാനക്കാർ കടന്നു വരികയും വേദി അലങ്കോലാക്കുകയും സ്റ്റേജ് പൊളിക്കുകയും ഇ കെ ഉസ്താദിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പിന്നെ കത്തെഴുതിയ ആളില്ല. നേരത്തെ ചെന്നപ്പോൾ പ്രഭാഷണത്തിൻ്റെ പ്രചാരണം നടത്താനുള്ളവരാരുമില്ല. അവരൊക്കെ ഈ സമ്പന്നന്മാരാവുന്ന മുജാഹിദുകളുടെ വഹാബികളുടെ ഏതെങ്കിലും അർത്ഥത്തിൽ ആശ്രിതരാണ്, ജോലിക്കാരും മറ്റുമായിട്ട്. ഹസൻ ഉസ്താദ് അവിടെ നിന്ന് നടക്കുകയാണ്. പിന്നെ പക്ഷേ നിസ്കരിച്ചിട്ടില്ല. നാട്ടുകാരാവുന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. റവാത്തിബ് സുന്നത്തുകളും വിത്തറും തഹജ്ജുദൊക്കെ
ജീവിതകാലം മുഴുവൻ നേർച്ചയാക്കിയതായിരുന്നു ഹസൻ ഉസ്താദ്. ഒരു നിലക്കും മുടങ്ങരുത് എന്ന് കരുതിയിട്ട്, ഒരു നിലക്കും മുടങ്ങരുത്. എത്ര തിരക്കുണ്ടെങ്കിലും മുടങ്ങരുത്, എത്ര ക്ഷീണമുണ്ടെങ്കിലും അത് നിർവഹിക്കാതിരിക്കരുത്. അപ്പം ഇതൊക്കെ നിർവഹിക്കുകയും വേണം. അങ്ങനെ ദീർഘമായി നടക്കുകയാണ്. കുറേ അപ്പുറത്ത് പല ജാതി കൂക്കുമ്പളിയൊക്കെ കേൾക്കുന്നു. രാത്രി അങ്ങനെ നടന്നു പോകണം. സത്യത്തിൽ ചിലപ്പോൾ ഒരു വാച്ച് പോലും ഉണ്ടാവില്ല എത്ര ടൈമായി എന്നറിയാൻ. അന്ന് ഒരു അമാവാസി ദിവസം കടുത്ത ഇരുട്ടും. നമ്മളതൊന്ന് പ്രബോധകരാവുന്ന ആലോചിച്ച് നോക്കുക സന്ദർഭം. അങ്ങനെയാണ് വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കുന്നത്. അവിടെ അള്ളിപ്പിടിച്ചിറങ്ങി ഒലുവെടുത്ത് കയറിയിട്ട് ഏകദേശം ദിശനിർണ്ണയമൊക്കെ നടത്തി ഓൽമുണ്ട് വിരിച്ച് ഒരു ഓവാരത്തിൻ്റെ മുകളിൽ നിന്ന് നിസ്കാരമൊക്കെ നിർവഹിക്കുകയാണ്. പിന്നെയും നടന്നു. സുബഹി കൊടുക്കുമ്പോഴാണ് പെരിന്തൽമണ്ണ എത്തുന്നത്. ഈ ആത്മത്യാഗത്തിൻ്റെ പേരാണ് ഈ ഹസൻ ഉസ്താദ് എന്നുള്ളത്. അവരൊക്കെ വിതച്ച വളർത്തിയ വിഭവങ്ങൾ കൊയ്തെടുക്കലാണ് നമ്മൾ ഏർപ്പാട്. അവർ വിതച്ച് പാകപ്പെടുത്തിയ, അവർ കള നീക്കിയ, അവർ കൃഷിയോഗ്യമാക്കിയ പാടത്തും പറമ്പിലും വിത്തിറക്കൽ പോലും നമ്മൾ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് അവരിട്ടുപോയ വിത്ത് വളർന്ന് പന്തലിച്ച് അതിൻ്റെ വിഭവം പറിച്ചെടുക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ തന്നെ താൻപോരിമയും സ്വീകരണത്തിൽ കുറവെന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കും. കേരള വിശ്വാസികളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമസ്തയുടെ രൂപീകരണം. നമുക്കറിയാലോ, സമസ്ത എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് മറ്റു ചില രാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് പോലെ വഹാബി പ്രസ്ഥാനക്കാരുടെ ഒരു കൂത്തരങ്കായി നമ്മുടെ കേരളം മാറുമായിരുന്നു. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഈ അധ്യാപകരായി ജോലിക്ക് പോകുന്ന മാലദ്വീപ്സ്, അവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുറേ വഹാബി മൗലവിമാർ സ്വാധീനം നേടുകയും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം സർവ്വ മനുഷ്യരും വഹാബികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില കുട്ടികളൊക്കെ, വിദ്യാർത്ഥികളൊക്കെ അവിടെ ഇപ്പോൾ അധ്യാപകരാണ്. അവരുടേതായ ക്ലാസ്സുകളിൽ കുഞ്ഞു കുഞ്ഞു സ്വാധീനം ഉപയോഗപ്പെടുത്തി അവർ വഹാബിസം തിരുത്തുമ്പോൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് അത് വലിയ കൗതുകമായിട്ട് അനുഭവപ്പെടാം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ബഹുമാന്യരാകുന്ന ഈ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, വലുത് ചെറുത് നമുക്കറിയാലോ, വലിയ പണ്ഡിതന്മാരുടെ കുറേ ഒരു നിരയുടെ പേരാണ് ഈ മഖ്ദൂമുമാർ എന്നുള്ളത്. അവരെയൊക്കെ അത്രയോ അല്ലെങ്കിൽ അവരെ വെല്ലും വിധത്തിലോ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ, ഗുജറാത്തിലൊക്കെ. അഹമ്മദ് റിള ഖാൻ പറവിലെ കുറിച്ച് ആലോചിച്ച് നോക്കും. 500 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. 500. അതിൽ ഗോളശാസ്ത്രം മുതൽ സാമ്പത്തിക ശാസ്ത്രം വരെ. കിഫ്ലുൽ ഫഖീഹിൽ ഫാഹിം അലാ അഹ്കാമി ഖിർത്താസി ദറാഹിം, മഹാനുഭാവൻ്റെ പ്രസിദ്ധമായൊരു കിതാബ്. നോട്ടിന് സക്കാത്ത് കൊടുക്കണോ ഇല്ലേ എന്നുള്ളതാണ് വിസ്തരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം മുതൽ ഗോളശാസ്ത്രം വരെ വിശദീകരിക്കുന്ന തഫ്സീറും ഹദീസിൻ്റെ ഷറഹുകളും അടക്കം നല്ല ആശയസമ്പുഷ്ടമായ പ്രവാചക സ്നേഹം നിർഗളിക്കുന്ന കവിതകളടക്കം. ലാക്കോസലാം നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മിടുമിടുക്കനായിരുന്നു അഹമ്മദ് റിള ഖാൻ പറവി പോലുള്ളവർ. നമ്മുടെ മക്കളെ കോതി പഠിക്കുന്ന എത്ര കിതാബാണ് ഡൽഹിയിലുള്ള പണ്ഡിതന്മാർ രചിച്ചത്. നമ്മുടെ നഫായിസ് മുതൽ, മന്ദുക്കിൻ്റെ മിർഖാത്ത് മുതൽ, നമ്മുടെ തഫ്സീറുകളിൽപ്പെട്ട ചിലത്, അതിൻ്റെ ടിപ്പണികൾ ഒക്കെ. പക്ഷെ ഇന്ന് ഉത്തരേന്ത്യയിലെ ഇസ്ലാം എന്താണ്? കേട്ടുകേൾവി മാത്രം. ജനറൽ ചെയ്ത് പറയല്ല, പൊതുവെ എങ്ങനെയാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ജോലിക്ക് വരുന്ന എത്രമാത്രം ബംഗാളികളും ബീഹാരികളൊക്കെ ആവുന്ന മുസ്ലിം പയ്യന്മാരുണ്ട്. നമ്മളോട് പേര് ചോദിച്ചാൽ നമ്മൾ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞാൽ സിർഫ് ഇബ്രാഹിം ചോദിക്കും. അവർക്ക് കൗതുകമാണ്, വെറും ഇബ്രാഹിം എന്നാണോ? കാര്യം എന്താ അറിയോ, അവരെ പേര് പറയാനായിട്ട് നമുക്ക് തോന്നും പെരയിലുള്ള മൊത്തം ആൾക്കാരെ പേര് പറയാൻ. അത്ര ഉണ്ടാവും. നമ്മളിത് സിർഫ് ഇബ്രാഹിമായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ നിന്നൊക്കെ പേര് വെച്ച് നമ്മൾ അവതും കാര്യം കഴിഞ്ഞ് ചെരുപ്പിട്ട് പുറത്തിറങ്ങിയാലും പറച്ചിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്രക്ക് നല്ല മനോഹരമായ പേരുണ്ട്. പക്ഷെ ഫാത്തിഹ ഓതി എങ്ങനെയെന്ന് അറിയില്ല.
മദ്രസ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദ്രസ എന്താന്ന് ഒരു ഇങ്ങോട്ട് ചോദിക്കും. വലിയ പണ്ഡിതന്മാർ സയ്യിദ് മഖ്ദൂം തങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരുന്നിട്ട് നമുക്കറിയില്ലേ ദഹ്ലവിയുടെയൊക്കെ ഇൽമിൻ്റെ ആഴം. എന്തുകൊണ്ടാണ് ഇന്ന് ഉത്തരേന്ത്യ വിധം പണ്ഡിതശൂന്യമായൊരു ലോകമായി തീർന്നത്? പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, ബാക്കി എന്ത് നിസ്കാരം അറിയില്ല. നമ്മുടെ സ്ഥാപനങ്ങളുടെ കീഴിൽ നമ്മുടെ സഖാഫിമാരും നൂറാനികളും ബുഖാരിമാരും കുറേ പണ്ഡിത യുവാക്കൾ അവിടെ പോയി നടത്തുന്ന ദഅവത്തിൻ്റെ മൂല്യം എത്രയാണ്? അവരുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പോലും ആലോചിച്ച് നോക്കും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ആയത്? അടിസ്ഥാനപരമായി വലിയ ഇൽമുള്ളവരാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ ഉത്തരമേ ഉള്ളൂ, സമസ്ത രൂപപ്പെട്ടില്ല. ഈ പണ്ഡിതന്മാരുടെ വലിയ മുന്നേറ്റങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടായില്ല. ഈ ഒരു ഉത്തരമല്ലാതെ വേറൊരു ഉത്തരം അതിന് കാണാനില്ല നമുക്ക്. രാഷ്ട്രീയം സമുദായ രാഷ്ട്രീയമല്ല എന്നാണോ? ഇതിൻ്റെയൊക്കെ കുറേ മുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ വരുന്നതിൻ്റെ കുറേ മുന്നുണ്ട്. അവിടേക്ക് എം പിമാരും മന്ത്രിമാരും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് കേരളത്തിലെ മുഅ്മിനീങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു പരിധിവരെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഇങ്ങനെ ആർജവത്തോടുകൂടെ നിലനിൽക്കുന്നത്? സമസ്ത രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. ഞാനത് വളരെ ആത്മധൈര്യത്തോടു കൂടെ ചാലഞ്ച് ചെയ്യാം. അതുകൊണ്ടായിരിക്കൂലേ മറ്റേയാൾ ഒരു 69 ദിവസം മുഖ്യമന്ത്രി ആയതുകൊണ്ടായിരിക്കൂല എന്നൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംവദിക്കാം വിഷയത്തിൽ. സമസ്ത രൂപീകരിക്കപ്പെട്ടു, അതുകൊണ്ട് മാത്രം. സമസ്ത വഴിയാണ് ഈ ഉമ്മത്തിന് ആർജവം വന്നത്. സമസ്തയുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം ചില പാർട്ടിക്കാർക്ക് സ്വാധീനം ഉണ്ടായതുപോലും. ഞാൻ അങ്ങോട്ട് കിടക്കല്ല. എന്നാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്? 1926. അന്ന് നമ്മുടെ കേരളത്തിൽ നടന്നൊരു മഹാത്ഭുതമാണ് ഇ.കെ. ഹസൻ ഉസ്താദിൻ്റെ ജനനം. സമസ്ത രൂപീകരിക്കപ്പെട്ട ആ വർഷത്തിൽ ഇ.കെ. ഹസൻ ഉസ്താദ് ജനിക്കും. അതൊരു നിയോഗമാണ്. നമുക്കറിയാലോ, ഹിജ്റ 150 മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ആ ദിവസത്തിലാണ് മഹാവിജ്ഞാനത്തിൻ്റെ ആ മഹാമേരുവിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. അതൊക്കെ ചരിത്രത്തിൻ്റെ കൗതുകകരമായ ചില സാമ്യങ്ങളാണ്. നമ്മൾ ഈ സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞ കാവ്യനീതി എന്നൊക്കെ പറയും. സമസ്ത രൂപീകരിക്കപ്പെട്ട അവർഷത്തിൽ പിന്നീട് സമസ്തയുടെ താങ്ങും തണലും ആർജവും ആത്മാവുമായി തീർന്ന ഇ.കെ. ഉസ്താദ് ജനിക്കുക. അനുഭവൻ്റെ പഠനം എവിടെയൊക്കെ ആയിരുന്നു എന്നും എഴുത്തഞ്ചങ്കണ്ടി കുടുംബത്തിൻ്റെ പോരുഷം എന്താണെന്നും അവരുടെ ഉപ്പമാരാരായിരുന്നു എന്നുള്ളതൊന്നും ഞാൻ തൽക്കാലം വിശദീകരിക്കുന്നില്ല, സമയത്തിന് പരിമിതികളുണ്ട്. എന്തായാലും ഈ പുളിക്കൽ മേഖലയിൽ വളരെ മുന്നേ മുതൽ വിദേഹത്തുകാരുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം 1921 സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയ സുന്നി പണ്ഡിതനായിരുന്നു ചാലത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഞാനത് പ്രത്യേകം പറയുന്നത് എന്തിനാണ്? ഈ തനിക്കാക്കി വടക്കാക്കുക എന്നുള്ളൊരു രീതി, വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞൊരു രീതി ഇപ്പോഴും ലോകത്തുണ്ട്. ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ അതാണ് കാണിക്കുന്നത്, ലബനോനിൽ അവരതാണ് കാണിക്കുന്നത്. വടക്കാക്കുക എന്നിട്ട് തൻ്റേതാക്കി മാറ്റുക. ഈ ഒരു സമീപനം ജൂതന്മാരെ പോലെ മുജാഹിദുകാരും തുടരുന്നതാണ്. അങ്ങനെ ചാല്യത്തിനൊക്കെ വടക്കാക്കിയിട്ട് സ്വന്തമാക്കാനുള്ളൊരു ശ്രമം അവർ നടത്താറുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. അദ്ദേഹം കേരള മുസ്ലിങ്ങൾക്ക് ഒരു നവജാഗരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. മദ്രസയിൽ നല്ല നമ്മുടെ ദർസിലൊക്കെ ഉള്ള മഖ്ദൂം സിലബസിൽ നിന്ന് ഇത്തിരി മാറി കുറച്ചുകൂടെ സംവാദാത്മകമായ രീതിയിൽ പള്ളി ദർസുകളിലെയും ശരീഅത്ത് കോളേജിലെയും സിലബസിനെ പുനഃക്രമീകരിച്ചത് മഹാനാണ്. അറിയാലോ, മന്ദിക്കൊക്കെ കടന്നു വരുന്നത് പിന്നീടാണ്. നമ്മുടെ ഈ മാനി പോലെയുള്ള അലങ്കാര സാഹിത്യങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അതുവരെയൊന്നും മന്ദിക്കൊന്നുമില്ലാത്ത ഈ മഖ്ദൂമി പാരമ്പര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ക്കീലൊക്കെ തഖ്തറന്നാന്നും പറഞ്ഞിട്ട് മന്ദിക്കുമ്മ കൂടുന്ന ആളുകളുടെ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളുടെ, കലാമിലൊക്കെ ആയിട്ട് നന്നായിട്ട് മെനക്കെടുന്ന ആളുകളുടെ ഇത് നിങ്ങൾ
വഞ്ചിതരാവരുത് എന്നൊക്കെ പറയണത് അല്ലേ? സമരക ന്യായം പറയും അത് ഗ്രീക്ക് ഫിലോസഫി കൂടിച്ചേർന്ന മന്തിക്കിനെ കുറിച്ചാണെന്ന്. എന്തായാലും മന്തിക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് വരുന്നത് ചാലകത്ത് വഴിയാണ്. ഈ ചാലകത്തിൻ്റെ മരുമകനായിരുന്നു കാത്തിബ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന, പിന്നീട് KM മൗലവി എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു മനുഷ്യൻ. പുളിക്കല് ചാലകത്ത് ദർസ് നടത്തുന്ന കാലത്ത് തൻ്റെ ദർസിലെ രണ്ടാം മുദരിസായിട്ടായിരുന്നു ഈ മനുഷ്യൻ ആദ്യമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ചാലിയാത്തിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ മെയിൻ മുദരിസായിട്ട് അയാൾ മാറി. ദർസുകൾ വഴിയായിരുന്നു കേരളത്തിലും ലോകത്തും ദീന് നിലനിന്നത് അല്ലേ? ദർസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനത്തിൻ്റെ ആദ്യ ഈ കേന്ദ്രമായിട്ട് സ്ഥാപിക്കുന്നത്. ആ ദർസിൻ്റെ പിന്തുടർച്ച ഇന്നും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. നമ്മളതിലൊക്കെ വലിയ സന്തോഷിക്കണം. പതിയെ പതിയെ ശോഷിച്ചു പോകണ്ടെങ്കിലും നേതാക്കളാവുന്ന ഉസ്താദുമാരാവുന്ന നമ്മുടെയൊക്കെ മക്കൾ തന്നെ ദർസക്ക് വരാൻ ഇപ്പം അങ്ങനെ അങ്ങോട്ട് താല്പര്യം കാണിക്കണില്ല എങ്കിൽ പോലും ദർസിൻ്റെ ആ ഒരു പ്രകാശ രേണു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ചാലിയകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുളിക്കൽ മഹലിലെ രണ്ടാം മുദരിസായി ജീവിക്കുന്ന ഈ കാത്തിബ് എന്ന പേരിൽ അറിയപ്പെട്ട KM മൗലവി. അങ്ങനെ കാത്തിബ് എന്ന് പേര് വരുന്നത് ചാലിയകത്തിൻ്റെ എഴുത്തൊക്കെ നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു. നല്ല വൃത്തിയിൽ എഴുതാൻ കഴിയുമായിരുന്നു. പിന്നെ ചാലിയകത്തും അന്നത്തെ പഴയ ഉലമാക്കളും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മസാല തർക്കങ്ങൾ. അതപ്പോഴും ഉണ്ടാവും ചെയ്യും. ഉണ്ടാവേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഖിബിലയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുളിക്കൽ അതിൻ്റെ വലിയ ബഹളം നടന്നൊരു നാടാണ്. വലിയ ബഹളം നടന്ന നാടാണ്. ചാലിയകത്ത് ഈ ഖിബില നോക്കണ ശാസ്ത്രമൊക്കെ പഠിച്ചു വന്നു. അപ്പോൾ മൂപ്പര് നോക്കുമ്പോൾ ചില ഖിബിലകൾ, ചില പള്ളിയുടെ ഖിബിലകളൊന്നും നേരങ്ങട് കഅബമക്കല്ല. അപ്പോൾ ആ വിഷയത്തിൽ രണ്ടഭിപ്രായമാണല്ലോ ഇസ്ലാമിലുള്ളത്. ഒന്നെങ്കിൽ ഐനുൽ ഖിബിലയിലേക്ക് തന്നെ ആവണം, കഅബൻ്റെ അതിലേക്ക് തന്നെ നമ്മൾ നിസ്കരിക്കുന്നത് തിരിഞ്ഞു നിൽക്കണം, നേരെ സൂത്രം. അതല്ലെങ്കിൽ ജിഹത്തുൽ ഖിബില, ആ മേഖലയിലേക്ക്, ആ ഭാഗത്തേക്കായാൽ മതി. പണ്ഡിതന്മാർ പൊതുവെ ആ ജിഹത്തുൽ ഖിബിലയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം കുറേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവും. ആധുനിക ശാസ്ത്രവും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അളക്കാൻ ശ്രമിച്ചാൽ പിന്നെ മയ്യത്ത് വെച്ചതൊക്കെ നമ്മൾ പറിച്ചു മാറ്റേണ്ടി വരും. നല്ല നല്ല മനോഹരമായ പള്ളികൾ പൊളിച്ചു നീക്കേണ്ടി വരും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ അഭിപ്രായ ഭേദങ്ങൾ, വിശാലമായ കാഴ്ചപ്പാടുകൾ ഉമ്മത്തിന് അനുഗ്രഹമാണ് എന്ന ഹദീസ് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ്. അങ്ങനെ ചില മസ്അല തർക്കങ്ങൾ ഉണ്ടായിരുന്നു ചാലിയത്തുമായി കേരളത്തിലുള്ള മറ്റു പണ്ഡിതന്മാർക്ക്. അതുപോലെ തന്നെ മന്തിഖ് നമ്മുടെ സിലബസിൽ പറ്റുമോ ഇല്ലേ, അത് ഗ്രീക്ക് ഫിലോസഫിയുടെ ഭാഗമല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള തർക്കങ്ങൾ. അതിസൂക്ഷ്മശാലികളാവുന്ന ആളുകൾ അങ്ങനെയാണ് അതിനെ സമീപിച്ചിരുന്നത്. കാരണം ഇത് ഗ്രീക്ക് ഫിലോസഫിയുടെ ഭാഗം തന്നെ. മന്തിഖ് എന്ന് പറയുന്ന സാധനം പഠിക്കുന്നവരാണ് നമ്മുടെ മക്കളൊക്കെ, മുമ്പിലിരിക്കുന്നവരൊക്കെ. ഒന്നും നമ്മുടെ ഒരു ദീനീയായ ഒരു ഇൽമായിട്ടല്ല അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതുപോലെ ഈ ഹന്തസയെ പോലെ അല്ലെങ്കിൽ മാത്സിനൊക്കെ പോലെ. പിന്നെ അതിൽ വലിയ സംഭാവന നൽകി നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ടാണല്ലോ ആ തർക്കം സുല്ലമിൻ്റെ ആമുഖത്തിൽ പറയുന്നത് വബ്നുസ്സലാഹി വന്നവാവി അഹറമ വഖാല ഖൗമുൻ യംബഗി അൻ യുഅലമ. ഇബ്നുസ്സലാഹ് തങ്ങളും നബിമാമൊക്കെ ഹറാമെന്നാണ് പറഞ്ഞത് മന്തിക്ക് പഠനം. വഖാല ഖൗമുൻ, അതിൻ്റെ ഷറഹ് ഇമാമുൽ ഗസാലി, അവരൊക്കെ പറയുന്നത് യംബഗി അൻ യുഅലമ, പഠിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് സുല്ലമിൻ്റെ മുസന്നിഫ് ഇതിനൊരു മധ്യരീതിയിൽ അഭിപ്രായം പറയുന്നത് അൽ ഖൗലത്തുൽ മഷ്ഹൂറത്തു സരീഹ ജവാസുഹു ലി കാമിലിൽ കരീഹാണ്. നല്ല ബുദ്ധിവൈഭവമുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാം. എല്ലാ കുട്ടികൾക്കും നിർബന്ധമായി ശറഅത്ത് ബോധിപ്പിക്കണം, കുത്തുബിയും സുല്ലമും അതിൻ്റെ മറ്റ് സംഗതികളും ഓതണം എന്ന് പറഞ്ഞുകൂടാന്നാണ്. ഇത് മസ്അല തർക്കമാണ്. പിൽക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചില തർക്കങ്ങൾ. അള്ളാഹു എന്നാണോ പറയേണ്ടത്, അല്ലാഹു എന്നാണോ പറയേണ്ട തർക്കം അല്ലേ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചില പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടാണ് ഈ വടക്കിലേക്ക് ദഅവത്തിന് വരുന്നത്. ഒരു 1.5 ദഅവത്തായിരുന്നു, പടയോട്ടായിരുന്നു, വാചാലനായ വാഗ്മിയത്വത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. വഹാബികളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് പടപെട്ടപ്പെടാന്നും പറഞ്ഞിട്ട് മറുപടിയായിരുന്നു. തെക്കന്മാരുടെ ഭാഷ നമുക്കറിയാമല്ലോ. പക്ഷെ അല്ലാഹു എന്ന് പറയുന്നൊരു വാദക്കാരനായിരുന്നു അല്ലാഹു. എന്തുകൊണ്ട്? തഫ്ഖീം ഷദ്ദുൽ അലാമിന് വേണം, ജലാലത്തിൻ്റെ ഇസ്മിന് തഫ്ഖീം വേണം.
എന്ന് വെച്ചിട്ട് അത് ലാ എന്നുള്ള മറ്റൊരു ശബ്ദമായി മാറൂല എന്നായിരുന്നു മൂപ്പരാളെ പോലെയുള്ള അപൂർവം ചില ആളുകൾ വാദിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടുവരുന്ന പരമ്പരയായി നമുക്ക് മൊഴിയാൻ കിട്ടുന്ന നമുക്ക് പരിചയപ്പെട്ടത് അള്ളാഹു എന്നാണ്. പല കിതാബുകളിലും തഫ്ഹീം വേണമെന്നുള്ളിടത്ത് നിർത്തും. എന്നെ ശ്രമിക്കുന്ന മുത്താലിമിങ്ങൾക്ക് വേണ്ടി ഞാനത് പറയുന്നത്. പല കിതാബിലും തഫ്ഹീം വേണമെന്നുള്ളിടത്ത് നിർത്തും. അവർ പറയും തഫ്ഹീം വേണം, പക്ഷെ അതൊന്ന് ഗാംഭീര്യത്തിൽ പറയലല്ലാതെ മറ്റൊരു സ്വരം വരലല്ല എന്നാണ്. ഇതിന് കൃത്യമായ പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നത് ഇമാം സഖാവിയുടെ നൂനിയത്തു സഖാവിയയിലാണ്. മഹാനുഭാവൻ ലാദിൻ്റെ മഖ്റജ് പറയുന്നിടത്ത് കുറേ മുത്താലിമിങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറയണത്. മഹാനുഭാവൻ ലാദിൻ്റെ മഖ്റജ് പറയുന്നിടത്ത് പറയുന്നത് എന്താണ്? എത്രയെത്ര മഹാന്മാരാണ്, ജനങ്ങളാണ് ഈ ലാദ് പറയാൻ ശ്രമിച്ചത്. ഫമാ അബുദോ ലാമൻ മുഫഖമതൻ ബിലാ ലാമൻ മുഫഖമതൻ, അവർക്ക് ഈ മുഫഖമത്തായ ലാമിനെയെ മൊഴിയാൻ പറ്റുള്ളൂ എന്നാണ്. കമ്രാമഹു ഖൗമുൻ ഫമാ അബുദോ സിവ ലാമൻ മുഫഖമതൻ. എത്രയോ ആളുകൾ വാത് നേരാവണ്ണം പറയാൻ ശ്രമിച്ചിട്ട് അത് മുഫഖമായ ലാമേ ആയുള്ളൂ, യഥാർത്ഥത്തിൽ ഏതായില്ല, വാദായില്ല. അപ്പൊ നോക്കുങ്ങൾ, മുഫഖമത്തായ ലാമാകുമ്പോൾ അതിന് വാദിന്റെ സ്വരം വരും എന്നുള്ളത് അതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സംഗതി മുഫഖമത്തായ ലാമിനെ പറ്റിയല്ല ഈ പറയുന്നത്. പിന്നെയോ വാദിനെ കുറിച്ചാണ്. അപ്പോൾ വാദിന്റെ സങ്കീർണത പറയുന്നിടത്ത് കണ്ണാമഹു കമ്രാമഹു ഖൗമുൻ ഫമാബുദോ സിവ ലാമൻ മുഫഖമതൻ ബില, ഒരു പദം കൂടി ഉണ്ട്. ഏതായാലും ലാമും മുഫഖമത്ത്. അങ്ങനെ മസ്അലയിൽ തർക്കങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചില മസ്അല തർക്കങ്ങൾ വെച്ചിട്ടാണ് ചാലിയത്തിന് ഞങ്ങളാൾക്കാരാന്ന് പറയാൻ അവർ ശ്രമിക്കുക. പക്ഷെ ചാലിയത്ത് ഖുത്ബ നടത്തിയത് പച്ച അറബിയിലാണ്. ചാലകത്ത് മറ്റു പരിപാടികളൊക്കെ ചെയ്തത് കൃത്യമായി തെളിവുള്ളതാണ്. മറ്റു പരിപാടികൾ എന്ന് പറഞ്ഞാൽ സുന്നത്തുമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും. ഇദ്ദേഹത്തിൻ്റെ മരുമകനും രണ്ടാം മുദരിസുമായിരുന്ന ഈ കാത്തിബ് മുഹമ്മദ് കുട്ടി മുസ്ലിയാനാണ് പുളിക്കൽ അസിസ്റ്റന്റ് മുദരിസായി കുറേ കാലം ജീവിച്ചത്. അതിനിടയ്ക്കാണ് മലബാർ സമരം വരുന്നത്. ഇദ്ദേഹമൊക്കെ അതിന് പിന്തുണ കൊടുത്തു, ഒരു ആവേശത്തിന് കയറിയിട്ട് പിന്തുണ കൊടുത്തു. പിന്തുണ എടുത്ത ആളുകളൊക്കെ പിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്നു. അപ്പം മൂപ്പര ശൂരത്വവും വീരത്വമൊക്കെ പോയി. മൂപ്പരാൾ താടി ഷേവ് ചെയ്തു, പർദ്ദ ധരിച്ചു. അങ്ങനെ ഈ പൊന്നാനി ചാവക്കാട് ഇങ്ങനെ കടപ്പുറം ആ ഒരു ഇപ്പം അങ്ങനെ ഒരു പാത വന്നു അല്ലേ, ഒരു ഈ സമാന്തര പാതയിലൂടെ പോയി അങ്ങനെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. കൊടുങ്ങല്ലൂരിൽ അന്നത്തെ കുറച്ച് ബടാ മുതലാളിമാരുടെ അതിഥിയായി അവരുടെ മച്ചിൽ ഒളിച്ചിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം വക്കം മൗലവിനെ പരിചയപ്പെടുന്നത്. വക്കം മൗലവിക്ക് അന്ന് തന്നെയും റഷീദുർ റിള എന്ന് പറയുന്ന ഒരു യുക്തിവാദിയുണ്ട്, ഈജിപ്ഷ്യൻ വഹാബി. അയാൾ തനി യുക്തിവാദിയാണ്. അയാളുടെ മനാറുൽ ഹുദ എന്ന് അൽ മനാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മാഗസിൻ ഉണ്ട്. ഈ മാഗസിൻ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെടുന്നതൊക്കെ പണത്തിൻ്റെ നല്ല സ്വാധീനമുള്ളത് കൊണ്ട് ഇത്തിരിയൊക്കെ ഡേറ്റ് തെറ്റിയാലും വക്കം മൗലവിക്ക് കിട്ടുമായിരുന്നു. ഇത് വായിച്ചു തുടങ്ങിയിട്ടാണ് കാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ എന്ന മനുഷ്യൻ പതിയെ പതിയെ യുക്തിവാദി വഹാബിയായി തീർന്നത്. ഈ കേസനുസ്താഖ സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ആഴ്ച പോലും മൗലവി വിഭാഗവും വിസ്ഡം എന്ന് പറയുന്ന ജിന്ന് വിഭാഗവും തമ്മിൽ ഗംഭീരമായ ഒരു സംവാദം നടന്നു. പച്ചക്ക് രണ്ടു കൂട്ടരും കാഫറാക്കിയിട്ട് ഇറങ്ങിയിട്ട് പോയി. ആ ടീം ഇവരെ മുശ്രിക്കാക്കി, ഈ ടീം അവരെ മുശ്രിക്കാക്കി. ഇനി ഈ വെള്ളിക്കോല് എന്ന് പറഞ്ഞ പോലെ തീരെ വെള്ളിയില്ലാത്തൊരു കോലുണ്ടല്ലോ, അതിന് വെള്ളിക്കോലെന്ന പേര്. അതേ പ്രകാരം മടവൂർ മുജാഹിദ് എന്ന് പറയുന്ന തീരെ മടവൂരില്ലാത്തൊരു സാധനമുണ്ട്. ആ ടീം അനുസരിച്ച് ഇവരാരും മുസ്ലിം അല്ല. ഈ രണ്ട് ടീം അനുസരിച്ച് അവർ തീരെ മുസ്ലിങ്ങളല്ല. വഫാത്തായി വേണ്ടി കിടക്കണ സമയത്ത് യാസൻ അസ്ലിം തസ്ലം വൈല്ല അലൈക വിസുറു അത്തുബായിക്ക എന്ന് ഹസൻ ഉസ്താദിനെ പരിഹസിച്ച് ഒരു സാമൂഹികവും മാനുഷികവുമായ പരിഗണന പോലും കൊടുക്കാതെ കത്തെഴുതിയ ഞങ്ങളുടെ നാട്ടുകാരൻ, തിരൂർക്കാട്ടുകാരൻ, പിന്നീട് അയാൾ വെളിയങ്കോട് ഉമർ മൗലവി എന്നാണ് അറിയപ്പെട്ടത്. ആ മനുഷ്യൻ ഇന്ന് നിലവിലുള്ള ഒരു മുജാഹിദിന്റെ അഭിപ്രായത്തിൽ മുസ്ലിം അല്ല. അതാണ് ഈ ഹസൻ ഉസ്താദ് സന്തോഷിക്കുന്നുണ്ടാവും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മഹാനുഭാവനോട് മരണവക്രത്തിൽ അസ്ലിം തസ്ലിം എന്ന് കത്തെഴുതിയ ഈ ചങ്ങാതി ഇന്നുള്ള ഒരു ഗ്രൂപ്പ് മുജാഹിദിന്റെ അഭിപ്രായത്തിലും യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല.
അവരൊക്കെയുള്ള കാലഘട്ടത്തിലുള്ള മുജാഹിദിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ളവരോ ഒരു നിലക്കും മുസ്ലിമല്ല. 100 വർഷത്തോളം അവർ മെനക്കെട്ട് പ്രവർത്തിച്ചു എന്ന് സത്യമായിട്ടും അറബിപ്പണമൊക്കെ ധാരാളമായി കടത്തി കൊണ്ടുവന്ന് ദഅവത്ത് എന്ന പേരിൽ ശമ്പളവും വാങ്ങി മൗലൂദ് കഴിഞ്ഞിട്ട് ഉസ്താദുമാർക്ക് 10 ഉറുപ്പിക എടുക്കണേന് അന്നും പരിഹസിക്കും. പക്ഷേ ദായികളെന്നും പറഞ്ഞിട്ട് അറബികളിൽ നിന്ന് 5000 6000 അന്ന് അവർക്ക് ഇവിടെയൊക്കെ മാഷം പണി നടത്തിയിട്ട് കിട്ടുന്ന പൈസക്ക് പുറമെ അവർ വാങ്ങും ദായികളെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ കഠിനമായി മെനക്കെട്ടിട്ടുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോലും അവർക്ക് ഇപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇ കെ ഹസൻ ഉസ്താദിനെ ചാണോട് ചാൺ പിന്തുടർന്ന് പിന്നീട് അവിടുന്ന് കത്തിച്ചു നിർത്തിയ ദീനിൻ്റെ പ്രഭ കയ്യേറ്റെടുത്ത ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് ഈ പുളിക്കലിൻ്റെ മണ്ണിൽ വെച്ച് കൊട്ടപ്പുറം സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ച ഷിർക്കിൻ്റെ നിർവചനം എന്ത് മൗലവി എന്നതിന് ഇപ്പോഴും ഉത്തരം പറയാൻ ഈ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഇത് നമ്മളൊക്കെ ഉസ്താദുമാരുടെ ആളുകളാന്ന് കരുതിയിട്ട് പറയുന്നതൊന്നുമല്ല. അതാണ് സത്യം, അത് മാത്രമാണ് യാഥാർത്ഥ്യം. എന്താ ഷിർക്ക് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സിഹിർ വിശ്വസിച്ചാൽ ഷിർക്കാവോ ഇല്ലേ എന്നുള്ളതിൽ അവരുടെ ഇടയിൽ ഇപ്പോഴും ഭയങ്കരമായ തർക്കം നടക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രിച്ചൂതിയ വെള്ളം കുടിച്ചാൽ മുശ്രിക്കാവോ ഇല്ലേ എന്നുള്ള തർക്കം നടക്കുന്നത്. ജിന്നു വിഭാഗം പറയണത് മുശ്രിക്കാവൂല്ല, നല്ല ഈമാനിൻ്റെ ലക്ഷണമാണത് എന്നാണ്. മടവൂർ വിഭാഗം പറയണതോ അത് തനി ഷിർക്കാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഒറിജിനൽ കേരളം പരിചയപ്പെട്ട മുജാഹിദിസം ഇപ്പം നിലനിൽക്കുന്നത് മടവൂർ ടീമിലാണ്, സലാം സുല്ലമിൻ്റെ ആ ടീമിൽ. എന്തുകൊണ്ട്? ആദ്യം കേരളത്തിൽ ഈ മുജാഹിദിസം പ്രചരിച്ചത് ഈ റഷീദ് റിളയിൽ നിന്നും അബ്ദുവിൽ നിന്നും ഇതുപോലെയുള്ള ഈജിപ്ഷ്യൻ യുക്തിവാദികളിൽ നിന്നുമാണ്. ഇപ്പോൾ അവരുടെ തർക്കത്തിൻ്റെ ഭാഗമാണത്. മുഹമ്മദ് റഷീദ് റിള ഓറിയൻ്റലിസ്റ്റായിരുന്നു അല്ലെങ്കിൽ യുക്തിവാദിയായിരുന്നു എന്ന് ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലോ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അവലംബിക്കപ്പെട്ട പണ്ഡിതന്മാർ എന്ന രീതിയിൽ അവരിറക്കിയ പഴയ പുസ്തകത്തിൽ പോലും ഇദ്ദേഹം വലിയ മഹാനായിട്ടുണ്ട് താനും. ഈ ചങ്ങാതിൻ്റെ ചില വഴിവിട്ട വാദങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ തിരുത്തണമെന്ന് തഫ്സീറുൽ മനാറിൽ എഴുതിയ സൂറത്ത് യൂനിസിൻ്റെ 2-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ഈ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് പറയാതിരുന്നാൽ ഖുർആൻ കുറച്ചും കൂടി ബെസ്റ്റ് ആവുമായിരുന്നു. അത് പറഞ്ഞതുകൊണ്ട് കുറേ ആളുകൾക്കൊന്നും ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ ഫ്രഞ്ചുകാർക്കൊന്നും കഴിയണില്ല എന്നാണ്. മൂസാ നബി വടിയിടുക, അതൊരു ഗംഭീര പാമ്പായിട്ട് മാറുക, ഇതൊക്കെ ഇപ്പോൾ ലോജിക്കലി വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. ലോജിക്കലി വിശ്വസിക്കാൻ പറ്റാത്തതാണ് മുഅ്ജിസത്ത്, ലോജിക്കലി വിശ്വസിക്കാൻ പറ്റാത്തതാണ് കറാമത്ത്. ഞാനീ ബോക്സ് എടുത്തിട്ട് കൈവിട്ടാൽ അത് താഴേക്ക് വീഴും. സർ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് സയൻസിലൊരു മിത്താണെന്നാണ് പുതിയ പഠനം. ആപ്പിൾ വീണാലും വീണില്ലെങ്കിലും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് സ്ഥൂല വസ്തുക്കൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രകൃതിയുടെ നിയമം. ഒരു പ്രവാചകൻ മഹാനുഭാവൻ്റെ മുഅ്ജിസത്തായിട്ട് ഈ സാധനം പിടുത്തം പെടുന്നു, അതവിടെ തന്നെ നിൽക്കണ്, ഒരു കോലുമില്ല, മാജിക്കിൻ്റെ ഹിക്മത്തുകളൊന്നുമില്ല. മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് യോജിച്ച സംഗതിയാണ്. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരാ മുഅ്ജിസത്ത്. ഈ പൊട്ടപ്പോയത്തക്കാരന് മനസ്സിലാണെന്താ? ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അള്ളാഹു ഈ മുഅ്ജിസത്തുകളൊക്കെ ഖുർആനിൽ പറയാതിരുന്നെങ്കിൽ ഖുർആൻ കുറച്ചും കൂടി ബെസ്റ്റ് ആവുമായിരുന്നു എന്ന്. ഹദീസ് നിഷേധിയായിരുന്നു ഇയാൾ. മുജാഹിദുകളുടെ പുതിയ തർക്കത്തിലുണ്ട് ഈ റഷീദ് റിള നിഷേധിച്ച ഹദീസുകളുടെ സാധുതകളെക്കുറിച്ച്. ഇയാളിൽ നിന്നാണ് KM മൗലവി, ഇയാളുടെ അൽമനാറിൽ നിന്നാണ് KM മൗലവി ഇവരുടെ പുതിയ ദീന് പഠിക്കുന്നത്. അവർ തമ്മിൽ ആ പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ ഭാഗമാണ് ഇവരുടെ ഉലമാക്കൾക്ക് വായിക്കാനുള്ള പഠന പുസ്തകത്തിൻ്റെ പേര് അൽമനാർ മാസിക എന്നാണ്. അത് അയാളുമായിട്ടുള്ള ബന്ധമാണ്. അവർക്ക് അങ്ങനെ ഞങ്ങൾ ഇപ്പം അയാളെ യുക്തിവാദിയാക്കി എന്നൊക്കെ പറഞ്ഞാലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഈ ഒരു സംഗതി അവിടെ ശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഇയാളുടെ തഫ്സീറുൽ മനാർ, ഇയാളിൽ നിന്നാണ് ഈ പറയുന്ന ഖാത്തിബ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് സ്വാതന്ത്ര്യ സമരം പേടിച്ച് ഓടിപ്പോയി അവിടെ ജീവിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി ഹീലത്തുല്ലിബ എന്നും പറഞ്ഞിട്ട് പലിശ വാങ്ങാനുള്ള മസാലകൾ ഉണ്ടാക്കി കൊടുത്ത്. ഹീലത്തുല്ലിബ എന്ത് കാര്യം? അവർ വലിയ പണക്കാർക്ക് പലിശ എങ്ങനെയും ഹലാലായി കിട്ടിയാൽ വലിയ സംഗതിയാണ്. അവരുടെ പരിഗണന കിട്ടും, നന്നായിട്ട് പണം കിട്ടും. ഇതിനൊക്കെ വേണ്ടി ഹീലത്തുല്ലിബ എന്ന് പറഞ്ഞിട്ട് ഇവർ പലിശ ഉണ്ടാക്കി, ഈ പലിശ ഹലാലാക്കി കൊടുത്തു. മൊയ്തു മൗലവിനെ നമുക്കറിയാം. അയാൾ പറയുന്നുണ്ട്,
ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ എന്നോട് അബ്ദുറഹ്മാൻ സാഹിബ്, സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് പ്രത്യേകമായി ഒരു ഉപദേശം നടത്തി. നമ്മുടെ നാട്ടിൽ വഹാബിക്കാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുണ്ട്. അവർ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കൃത്യമായി ഹറാമാക്കിയിട്ടുള്ള പലിശനെ അവർ ഹലാലാക്കുന്നുണ്ട്. ആ സംഘത്തോട് ഒരിക്കലും ചേരരുത് എന്ന് മൊയ്തു മൗലവിക്ക് അബ്ദുറഹ്മാൻ സാഹിബ് ഉപദേശം കൊടുത്തു എന്ന് മൊയ്തു മൗലവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മസാലകളൊക്കെ മാറ്റി. പിന്നെ ഈ 2021 ആ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നു. കുറേ മോമിനിങ്ങൾ 35,000 എന്നാണ് പറയണത് മരണപ്പെട്ടു. ബാക്കിയുള്ള മോമിനികളൊക്കെ ഈ വിവിധ ദ്വീപുകളിലേക്ക് നാടുകടത്തി. ഇങ്ങനെ ഒരു നേതൃപരമായ ശൂന്യതയും സാമ്പത്തികമായി വല്ലാത്ത അധോഗതിയും കേരള മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമുക്കറിയാം MP നാരായണ മേനോൻ, മാപ്പിള നായർ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത്. ഈ മലബാർ കലാപത്തിന് മുന്നിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഗംഭീരമായി പ്രവർത്തിച്ച മാപ്പിളമാർക്ക് വേണ്ടി വാദിച്ചു കൂടെ നിന്ന് പ്രവർത്തിച്ചു അദ്ദേഹം. MP നാരായണ മേനോൻ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്. ആ പുസ്തകം ആരംഭിക്കുന്നത് പുഴക്കാട്ടിരി അംശം പുഴക്കാട്ടിരി ദേശം എന്ന് പറഞ്ഞിട്ടാണ്. ഈ മനുഷ്യൻ അന്ന് മദ്രാസിലെ വൈസ്രോയ്ക്ക് കത്ത് എഴുതുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം പെണ്ണുങ്ങൾ ആത്മാഭിമാനികളാണ്. അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സുരക്ഷിതമായി ജോലി ചെയ്ത് ജീവിക്കായിരുന്നു. അവരുടെ ഭർത്താക്കന്മാരെ മൊത്തം നിങ്ങൾ കൊന്നു, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ നാട് കടത്തി. ദാരിദ്ര്യത്തിൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് മദിരാശിയിലൂടെ അവർ റംസാൻ കാലത്ത് മുസ്ലിം സമ്പന്നരുടെ വീട് തേടി യാചിച്ച് നടക്കുന്നത്. അവരത് ചെയ്യേണ്ടവരല്ല, ആത്മാഭിമാനികളാണ്. അതുകൊണ്ട് മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞ് MP നാരായണ മേനോൻ അന്നത്തെ മദ്രാസിലെ വൈസ്രോയ്ക്ക് കത്തെഴുതിയ ചരിത്രത്തിലുണ്ട്. ഏകദേശം ഇങ്ങനെ ശാന്തായി വന്ന സമയത്ത് ഇയാൾ പിന്നെയും ഒന്ന് പുളിക്കലിലേക്ക് തടിക്ക വെച്ച്. പിന്നെ അയാൾ KM മൗലവി എന്നാണ് അറിയപ്പെട്ടത്. അത് മറ്റോലിനി പിടികൂടരുത് എന്ന് കരുതിയിട്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രസത്തിനായിരിക്കാം. ഇയാളാണ് പുളിക്കൽ പ്രദേശത്ത് ഈ മദീനത്തുല്ലുലു എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നോളജ് സിറ്റി എന്നൊക്കെ ആക്കുന്നുണ്ട് അതിൻ്റെ പേര്. അങ്ങനെ നല്ലതിനൊപ്പം അങ്ങനെ ചേർന്ന് നിൽക്കാൻ താല്പര്യം അല്ലേ ഏത് വടക്കൂസുകൾക്കും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സംഗതി. നോളജ് സിറ്റി എന്നൊക്കെയാണ് ഇപ്പോൾ ചില റിപ്പോർട്ടിൽ വരാം. മദീനത്തുല്ലുലും സ്ഥാപനം ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുറി മൗലവിമാരാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പാഷാണ്ഡവുമായി നടന്നത്, എത്തിച്ചേർന്നത്. അപ്പോൾ ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനവും പ്രധാനപ്പെട്ട കേന്ദ്രവും അവരുടെ എല്ലാ വിപ്ലവങ്ങളും അരങ്ങേറിയിരുന്ന ഭാഗമായിരുന്നു ഈ പുളിക്കൽ. പരിസരത്തുള്ള മഹല്ലുകളൊക്കെ അവരെ അംഗീകരിച്ച് അതീശത്വം അവരുടേത് അംഗീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. പുത്തൂപ്പാടം മഹല്ലിൽ പോലും ഇടക്കാലത്ത് കുറേ സമ്പന്നന്മാർ കയറിക്കൂടിയും കമ്മിറ്റിയിൽ. അങ്ങനെ അവർ പതിയെ പതിയെ വിദ്യാഭ്യാസം പരിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മദ്രസ ഇല്ലാതെയാക്കി മൗലവിമാരുടെ ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചു വന്നു. ഒരു വെള്ളിയാഴ്ച രാവിലെ അവർ അന്നുണ്ടായിരുന്ന ഖത്തീബിനാണ് പുറത്താക്കി. വെള്ളിയാഴ്ച രാവിലെ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരു ഖത്തീബിനെ വളരെ പെട്ടെന്ന് വെക്കണമെന്ന രീതിയിൽ ചർച്ച നടന്നു. EK ഉസ്താദിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണക്കാരനായ അന്ന് ഊർജ്ജസ്വതയോടുകൂടെ വളരെ വലിയ തൻ്റെ ഇടത്തോടുകൂടെ സുന്നത്തമായത്തിന് വേണ്ടി നിലകൊണ്ട ആലിഹാജി എന്ന് പറയുന്ന മഹാനുഭാവൻ, അദ്ദേഹം മാത്രമായിരുന്നു അന്ന് ആ കമ്മിറ്റിയിൽ സുന്നിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മാത്രമായിരുന്നു ആ കമ്മിറ്റിയിൽ അന്ന് സുന്നിയായിട്ടുണ്ടായിരുന്നത്. ഈ മനുഷ്യൻ, ഈ വലിയ മഹാൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ EK ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മൂപ്പരെ ഓർക്കണം. കാരണം EK ഉസ്താദ് ഇങ്ങോട്ട് വരുന്നതും പിന്നീട് നമ്മൾ അനുഭവിച്ച ഈ പുളിക്കൽ മേഖല വല്ലാതെ ആസ്വദിച്ച മഹാനുഭാവൻ്റെ മഹാവിപ്ലവത്തിനൊക്കെ അടിസ്ഥാന കാരണമായത് ഈ ഹാജിയരായിരുന്നു. അദ്ദേഹം, ഇവർക്ക് ആവശ്യം ഒരു വഹാബിയായ ഖത്തീബിനായിരുന്നു. അതിനാണ് നിലവിലുള്ള ഖത്തീബിനെ അവർ പിരിച്ചുവിട്ടത്. പക്ഷെ അന്ന് പെട്ടെന്ന് തന്നെ അവർക്കൊരു ഖത്തീബിനെ കിട്ടാൻ പ്രയാസം. അവർ വിചാരിച്ച പോലെ ഖത്തീബിനെ കിട്ടിയില്ല. അവസാനം തിരിഞ്ഞു മറിഞ്ഞ് ഖത്തീബിനെ കൊണ്ടുവരുന്ന ദൗത്യം ഭാഗ്യവശാൽ ആലിഹാജിയുടെ തലയിലേക്ക് വന്നു. മഹാനുഭാവൻ അന്ന് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. അവസാനം നിങ്ങൾ കൊണ്ടുവരുന്ന ഖത്തീബ് ഏതായാലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഈ വഹാബി നേതാക്കളും അന്നുണ്ടായിരുന്നവരൊക്കെ ആലിഹാജിക്ക് വാക്ക് കൊടുത്തു.
ആ സമയത്ത് ആലിയാജി ഇവരൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മുത്തന്നൂർ മസ്ജിദ് പ്രശ്നം കോടതിയിൽ വാദിച്ച ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അനുജൻ ഇ കെ അസം മുസ്ലിയാരെയാണ് ഞാൻ ഖത്തീബായി കണ്ടെത്തിയിരിക്കുന്നത്. നിവർത്തികേട് കൊണ്ട് അവർ സമ്മതിച്ചു, ഒന്നായിക്കോട്ടെ. അങ്ങനെയാണ് 1961 ഷഅബാൻ 15 വ്യാഴാഴ്ച ആ മഹാവിപ്ലവത്തിൻ്റെ തുടക്കം ഈ പുളിക്കൽ പ്രദേശത്ത് അരങ്ങേറുന്നത്. ആ വ്യാഴാഴ്ച വൈകിട്ടാണ് ആലിയാജി കയ്യും പിടിച്ച് യുവകോമളനായിരുന്ന, ഊർജസ്വലനായിരുന്ന, പാണ്ഡിത്യത്തിൻ്റെ മഹാസാഗരായിരുന്ന, വാക്ക് തീരും മുമ്പേ വെച്ചടി ഉത്തരം പറയാൻ കഴിയുന്ന വാഗ്മയത്വത്തിൻ്റെ ഉടമയായിരുന്ന, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സയ്യിദുന ഇ കെ ഹസൻ ഉസ്താദുമായിട്ട് നിങ്ങളുടെ പുളിക്കൽ പ്രദേശത്തേക്ക് വരുന്നത്, പുത്തുപാടത്തേക്ക് വരുന്നത്. പിറ്റേ ദിവസം മഹാനുഭാവൻ ഖുതുബ ഓതി. ഖുതുബയ്ക്ക് ശേഷം ഗംഭീരമായ സുന്നത്ത് ജമാഅത്ത് വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തി. അന്ന് തന്നെ തുടങ്ങി. സത്യത്തിൽ കമ്മിറ്റിയിൽ ആലിയാജി മാത്രമേ അന്ന് സുന്നത്ത് ജമാഅത്തിനെ അനുകൂലിക്കുന്നയാളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മൗലവി പക്ഷക്കാരാണ്, മുജാഹിദിസം തലക്ക് പിടിച്ച ഭാഗ്യദോഷികളാണ്. അവരെയൊക്കെ കേൾപ്പിച്ച് ബഹുമാന്യരാവുന്ന ഇ കെ ഹസൻ ഉസ്താദ്, ഞാനൊന്ന് പഠിക്കട്ടെ, എവിടെയാണ് ചുളിവുള്ളത് നോക്കട്ടെ. അജാതി ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. സഹോദരന്മാർ പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ചർച്ചയിൽ നമ്മുടെ ഒരു പ്രധാന സംഗതി അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ഇത് പറയേണ്ടത് പറഞ്ഞിരിക്കും. അപ്പോഴേ പനുളസ്താദൊക്കെ പറയണത് കേൾക്കാം. അവിടെ ഹസനിയയിൽ ദർസ് നടത്തുന്ന കാലത്ത്, അല്ലെ പാലക്കാട് ദർസ് നടത്തുന്ന സ്ഥലത്ത്, അന്ന് അൻവരിയിലായിരിക്കും ഒരു കള്ള ഷേഖ് വരുന്നതും അവൻ ഭയങ്കരമായ ഈ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നതും, ഇവിടെ ഒരു സ്മെല്ലില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും. എന്താ പറയുക, സ്വർഗത്തിൻ്റെ സ്മെല്ലോ അങ്ങനെ പോണോടത്ത്. ഞാനൊരു വലിയ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് ഇ കെ ഹസൻ ഉസ്താദിൻ്റെ അടുത്ത് എത്തുന്നതും, ഇ കെ ഹസൻ ഉസ്താദ് ആ പുസ്തകം ഇങ്ങനെ വായിച്ചിട്ട് ഒരൊറ്റ ഏറ് പുറത്ത് കൊടുക്കുന്നതും, വലിയ വണ്ണുള്ള ചൂരലെടുത്തിട്ട് ചങ്ങാതിനെ പൊതിരെ തല്ലണതും, അവന് കോണിയിറങ്ങി ഓടിയപ്പോൾ പുറകെ ഓടി ഗേറ്റ് കയ്യോളം തല്ലണതും. ഇങ്ങനെ ഉണ്ടാവും ചില ദഅവത്ത്. നമുക്കറിയാലോ, ചിലത് മൂസാ നബിയുടെ ടൈപ്പായിരിക്കും, ചിലത് ഈസാ നബിയുടെ ടൈപ്പായിരിക്കും. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അടിച്ചിറക്കി അന്നെ അവൻ്റെ ആ ഷെയ്ഖ് കളി നിർത്തിയിട്ടാണ് പോകും. ചിലർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, സോപ്പിടൽ നടക്കൂല. അപ്പം ചെയ്യേണ്ടത് ചെയ്യും. ഇ കെ ഹസൻ ഉസ്താദ് ഇവിടെ ജോലി ഏറ്റ ഷഅബാൻ 15 തൊട്ട് പിറ്റേ ദിവസം ഗംഭീരമായി പ്രസംഗിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആധികാരികത തെളിയിക്കുന്നു. അത് പതിയെ പതിയെ കാതോട് കാതോരം പുളിക്കൽ പ്രദേശത്ത് മൊത്തം മലയടിക്കുന്നു. അതുവരെ വല്ലാതെ ധൈര്യമൊന്നും ഇല്ലാതിരുന്ന പണ്ഡിതന്മാർ, അവരുടെ പ്രശ്നം കൊണ്ടല്ല, ജീവിക്കാൻ കഴിയില്ലായിരുന്നു. പണക്കാരും ഉദ്യോഗസ്ഥന്മാരും മൊത്തം മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വഹാബികളായിരുന്നു. അവരൊക്കെ പതിയെ പതിയെ ഉസ്താദിനെ കാണാൻ വരൽ തുടങ്ങി. ഉസ്താദ് അവർക്കൊക്കെ ക്ലാസ് എടുത്തു. വലിയ ദർസ് ആരംഭിച്ചു. ദർസ് മക്കൾ പുത്തുപാടത്തിൻ്റെ അഭിമാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടന്നു. വലിയ വലിയ കുട്ടികളുടെ ദർസ്. 1, 2, 3 വഹാബി മൗലവിമാർക്കൊക്കെ ഒരു ദർസ് കുട്ടി മതി. അவ்விധം ഇ കെ ഹസൻ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് ഈ പുളിക്കലിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറുന്നത്. ഇ കെ ഉസ്താദിൻ്റെ ദഅവത്ത് പുത്തുപാടത്ത് മാത്രം നിന്നില്ല. പിന്നെ അത് പലയിടങ്ങളിലായിട്ട് കൂടിക്കൂടി വന്നു. ഈ പരിസരങ്ങളിലൊക്കെ ഖണ്ഡനങ്ങളുണ്ടായി. ഈ പരിസരങ്ങളിലൊക്കെയും ഖണ്ഡന പ്രസംഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കുഞ്ഞു കുഞ്ഞു സംവാദങ്ങൾ ധാരാളം നടന്നു. വീടുകളിൽ വെച്ചുള്ള ചർച്ചകളുണ്ടായി. ഇ കെ ഹസൻ ഉസ്താദ് പോയിടത്തെല്ലാം മുജാഹിദ് മൗലവിമാർ മാനം കെട്ട് വളരെ ദയനീയമായി തോറ്റു തുന്നമ്പാടുകയും ചെയ്തു. പതിയെ പതിയെ പഴയ പ്രതാപത്തിലേക്ക് ഈ നാടെത്തി. കാരണന്മാർക്കൊക്കെ വലിയ സന്തോഷമായി ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇ കെ ഹസൻ ഉസ്താദിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നവർ വിചാരിച്ചത്. അവിടുത്തെ മരണം പോലും അത് സംബന്ധിയായാണെന്ന്, അങ്ങനെ ആയിരുന്നുവെന്ന് നമുക്കറിയാലോ. ഓരോടൊപ്പം ജീവിച്ച പലരും പറയാറുണ്ട്. എത്രമേൽ ആത്മാർത്ഥത കാണിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊന്ന് സുന്വേസിൻ്റെ എഡിറ്ററാണ്, 10-20 വർഷമായി. ഇ കെ ഹസൻ ഉസ്താദ് എഡിറ്ററായൊരു കാലം. ഒരു ദിവസം ഉസ്താദ്
ഇവിടെ ഈ ഫറൂഖ് ഭാഗത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി. സുന്നേഴ്സിൻ്റെ മാനേജറാവുന്ന ആലിക്കോയാജി, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കാണാൻ പോയി. ചെന്നപ്പോഴേ ചോദിച്ചത് അജയരെ സുന്നോയ്സ് ഇറക്കിയെന്നാണ്. അപ്പോൾ അജയർ തലാത്തിങ്ങനെ നിന്നു. ഇല്ലയെന്ന് പറഞ്ഞു. പൈസാച്ചികമായ പ്രശ്നമാണെന്ന്, ഇറക്കാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി 2 ആഴ്ച കഠിനമായ വിശ്രമം കൽപ്പിച്ച് ഡോക്ടർമാർ വിട്ടപ്പോൾ ഈ ഫ്ലാസ്കും തുണിയും പുതപ്പൊക്കെ മക്കളടുത്ത് വീട്ടിൽ കൊടുത്തയച്ചിട്ട് ഈ ഹസൻ ഉസ്താദ് കോഴിക്കോട് സുന്നോയ്സിൻ്റെ ഓഫീസിൽ വന്നു. അവിടുന്ന് കുറേ റെസിപ്റ്റൊക്കെ എടുത്തിട്ട് കാസർഗോഡ് താൻ ഖാലിയായ ആ ഭാഗത്തേക്ക് പോയി. ഒരു 4-5 ദിവസം ഓടി നടന്ന് മൊത്തം റെസിപ്റ്റ് ആളെ ചേർത്ത് പൈസ ഇട്ട് വന്നു. ആ ലക്കം സുന്നോയ്സ് അടിക്കാനുള്ള പൈസ കൊടുത്തു മാനേജറോട്. 2-3 മാസം വലിയൊരുനാളിൻ്റെ ഒരു സീസണാണ്. വലിയൊരുനാളായിട്ട് പോലും ജീവനക്കാർക്ക് ശമ്പളം പെൻഡിങ് ആയിരുന്നു. ആ ശമ്പളമൊക്കെ തീർത്തു, പെൻഡിങ്ങൊക്കെ തീർത്തു. എന്നിട്ടാണ് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോണത്. ഈ ആത്മാർത്ഥതയുടെ പേരാണ് ഹസൻ ഉസ്താദ്. ശമ്പളം കൃത്യമായിട്ട് ബാങ്കിലെത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കലായിരിക്കും പുതിയ കാലത്തുള്ള പ്രബോധകന്മാരിൽ ചിലരുടെയെങ്കിലുമൊക്കെ രീതി. ഞാൻ ജനറൽവൽക്കരിക്കല്ല. നിർബന്ധമായി വിശ്രമം വിധിച്ച ഡോക്ടർമാർക്ക് വിശ്രമം ഇങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്. എങ്ങനെ? സുന്നിവൈസിൻ്റെ റെസിപ്റ്റും പിടിച്ചിട്ട് കാസർഗോഡ് പോകുക, എന്നിട്ടത് പിരിവ് നടത്തുക, സുന്നിവൈസ് ഇറക്കാൻ വേണ്ടി പൈസ കൊടുക്കുക. സഹാബി എഴുതുന്നതിന് പകരം വഹാബി എഴുതുന്നതിന് പകരം സഹാബി എന്നായ ഒരു ലക്കുണ്ട്. അന്ന് ലിത്തോപ്പവർ പ്രസ് അല്ലേ, അന്നത്തെ DTP പറഞ്ഞെന്താ, കുറേ കുഴിയിലുണ്ടാവും. വാ കുറേ ഒരു കുഴിയിൽ, മാ കുറേ ഒരു കുഴിയിൽ, കെസർ കുറേ കുഴിയിൽ. എന്നിട്ട് മാന്നെടുത്ത് വെച്ച്, കെസറെടുത്ത് മീന്ന് വെച്ച്, വാന്നെടുത്ത് വെച്ച്, ലമ്മെടുത്ത് 3 ആക്കി. എന്നിട്ട് ഇത് ഇളകാതെ ഇങ്ങനെ പ്രസ് കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ എങ്ങാണ്ടും ഒന്ന് വീണുപോയാൽ പിന്നെ തുരുതുരാ വീഴും. വീഴുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ തുരുതുരാ വീണുകൊണ്ടിരിക്കും. അപ്പം ഞാന്നുള്ളത് ധാന്നായിട്ടുണ്ടാവും. പണ്ടൊക്കെ സിറാജിൻ്റെ കോലം കറിയില്ലേ, ഉസ്താദ് ആട് കൊടുക്കുമ്പോൾ ആടിനെ ഉസ്താദ് കൊടുക്കുകയാണോ, ഉസ്താദിനെ ആട് കൊടുക്കുകയാണോ തോന്നിപ്പോൾ. അക്കാലത്ത് സഹാബി നേതൃണിയിൽ വരെ വഹാബി നായികളത് ആലോചിച്ച് നോക്കി എന്താ കഥ. ഹസൻ ഉസ്താദ് അടക്കം പിന്നെ അവിടെയുള്ള ഓഫീസിലെ സ്റ്റാഫും ഇരുന്ന് ഓരോ വഹാബി സഹാബിയാക്കി മാറ്റി. ഇരുന്ന് വെട്ടിയിട്ട് ഇങ്ങനെ ഓരോ പേജ് എടുക്കുക, വെട്ടുക. അന്നാണ് ഈ ടാബ്ലറ്റ് ടൈപ്പാണ്. ഇങ്ങനെ കുറേ പേപ്പറുകളാണ്, അങ്ങനെ ഒന്നിച്ചുള്ളൊരു പേപ്പറുകളാണ്. ഹസൻ ഉസ്താദ് 2 ദിവസം വെട്ടാൻ കൂടിയതാണ്. മൂപ്പര് വരുത്തിയ ബാധ്യത ഒന്നുമല്ല അത്. വഴക്ക് പറഞ്ഞാൽ മതി, ഇനി ശമ്പളം തരില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ തൻ്റെ ഉത്തരവാദിത്തത്തിൽ ഇറങ്ങുന്ന ഒരു പത്രത്തിന് അത് കുഴപ്പം വന്നാൽ ഒരു നിലക്കും അത് സമ്മതിക്കാൻ പറ്റൂല എന്നുള്ള ആ ഇഖ്ലാസിൻ്റെ ആ ഒരു ബോധത്തിലാണ് ഇങ്ങനെയൊക്കെ അധ്വാനിക്കാൻ പറ്റുന്നത്. പലപ്പോഴും സുന്നിവൈസിൻ്റെ ഒരു അനുഭവം, നമ്മൾ ഏൽപ്പിച്ച ആളുകളൊന്നും ലേഖനം തരില്ല. അങ്ങനെ ഒരു സംഗതി അറിയാം. കുറേ കാലം തറയിട്ട ഉസ്താദിൻ്റെ എഡിറ്ററായതാണ്. ഉപരോട് ചോദിച്ചാൽ നമ്മളെ ഏൽപ്പിച്ച ലേഖനം ഒന്നും തരൂല. അത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പിന്നീട് സുന്നിവൈസ് ഇറങ്ങല് അതൊരു 1.5 ഇറക്കാണ്. ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെന്താ പറയലേ അറിയോ, നമ്മളെ മേശൻ്റെ വർക്കത്തോട്ട് കഴിച്ചിലായതാണ്. എന്താ മേശൻ്റെ വർക്കത്ത് അറിയോ? ഹസൻ ഉസ്താദ് എഴുതിയ മേശയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഹസൻ ഉസ്താദ് വെച്ചെഴുതിയ മേശ, മൂപ്പര് വഹാബിനെ സഹാബിയാക്കിയ മേശയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. സംഗതി കുറേ ലേഖനങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പത്രത്തിൻ്റെ എഡിറ്റർ എന്നുള്ള എനിക്ക് ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് ഇറക്കൽ സിമ്പിളാണ്. പക്ഷെ ഒരു സമയാധിഷ്ഠിതമായ ചില ലേഖനങ്ങളുണ്ടാവും. ഇപ്പോൾ വലിയൊരുനാളിന് വേറെ എന്തെങ്കിലും ലേഖനം കൊടുത്താൽ മതി, വലിയൊരുനാൾ തന്നെ കിട്ടണ്ടേ. അങ്ങനത്തെ കിട്ടാതെ വരും. ഉസ്താദ്മാർ ലാസ്റ്റ് വിളിക്കുമ്പോഴായിരിക്കും ഇപ്പോൾ ദർസ് കൂട്ടിയോണ്ട് കിതാബൊക്കെ പള്ളിക്കാണ്, അത് നടക്കൂല എന്നറിയാം. പിന്നെ ഇറങ്ങും എങ്ങനെയെന്നറിയാം, മേശൻ്റെ വർക്കത്തോട്. അത് ഇഖ്ലാസിൽ ഊട്ടിയ ജോലി അല്ലെങ്കിൽ ആ ഒരു സേവനം ചെയ്ത ആ ഒരു മേശയാണ്. ഹസൻ ഉസ്താദിൻ്റെ ദഅവത്ത് പുത്തുപ്പാടത്ത് നിന്നില്ല. അത് പിന്നെയും പരിസരത്തൊക്കെ വ്യാപിച്ചു. അവസാനം കൊട്ടപ്പുറം സംവാദം വഴി ബഹുമാനരാകുന്ന ഷെയ്ഖുന AP ഉസ്താദ് ഏറ്റെടുക്കുവോളം അത് തുടർന്നു.
ആദ്യകാല സംവാദങ്ങളിലൊക്കെ ഹസൻ ഉസ്താദിൻ്റെ വലങ്കൈ ആയിരുന്നു എ.പി. ഉസ്താദ് എന്നല്ല, കിതാബ് എടുത്തെടുക്കുന്നിടത്തുനിന്ന് തുടങ്ങി ഉസ്താദിനെ പരിശീലിപ്പിച്ച് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരികയായിരുന്നു. പൊന്മുള ഉസ്താദ് പറയണത് കേൾക്കാം. ഒരു വലിയ ഉലമാ ക്യാമ്പിൽ വെച്ച് ഹസൻ ഉസ്താദ് പറഞ്ഞു അത്രേ, അൽഹംദുലില്ലാ ഇപ്പം ഈ സംഗതി നിർവഹിക്കാൻ പറ്റുന്ന കുറേ പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളൊക്കെ ഇനി രംഗം ഒഴിയാൻ പോവുകയാണ് എന്നുള്ള എല്ലാ ഉലമാക്കളും കരഞ്ഞു എന്നാണ്. ആ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ ഉലമാക്കളും, ഇപ്പം നമ്മൾ ഉലമാ ക്യാമ്പൊക്കെ നടത്തലുണ്ട്, അങ്ങനെ വാച്ച് നോക്കിയിട്ട് ചോറുമ്പാനായോ എന്നുള്ളത്. അന്ന് അങ്ങനെയല്ല, ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ നിന്നാണ് പല പണ്ഡിതന്മാരും സുന്നത്തമായത്ത് പഠിക്കുന്നത്. കഠിനമായ ചർച്ചകളായിരുന്നു. നല്ല മന്ദിക്കും മായനയും കലക്കി കുടിച്ച ഉലമാക്കൾ സ്റ്റേജിൽ നിന്ന് അങ്ങനെ ചോദ്യം ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയും, അതൊക്കെ എഴുതിയെടുക്കും പണ്ഡിതന്മാർ. ആ ഒരു ക്യാമ്പിൽ വെച്ച് അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു സായുജ്യമുണ്ട്, സംതൃപ്തിയുണ്ട്. നമ്മുടെ ദീന് പ്രചരിപ്പിക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി പണ്ഡിതന്മാർ ധാരാളം ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഇനി വിട പറയാൻ നിൽക്കുകയാണ് എന്ന് ഹസൻ ഉസ്താദ് പറഞ്ഞപ്പോൾ, ഹസൻ ഉസ്താദ് വിട പറയാന്നുള്ളതിനെ സങ്കല്പിക്കാൻ പറ്റാത്ത ആ ഉലമാക്കൾ ഒന്നിച്ച് കരഞ്ഞു എന്നാണ് പൊന്മുള ഉസ്താദ് അനുസ്മരിക്കുന്നത് കാണാം. സുന്നത്തമായത്തിനെ പറ്റി എപ്പോൾ പറയുമ്പോഴും പൊന്മുള ഉസ്താദ് ഹസൻ ഉസ്താദിനെ ധാരാളമായിട്ട് പറയും. ആറുവൽ ഉസ്താദിൻ്റെ മുന്നിലിരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പൊന്മുള ഉസ്താദിൻ്റെ പല സബുക്കിലും സുന്നത്തമായത്തിൻ്റെ കാര്യം എത്തുമ്പോൾ ഹസൻ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് പറയും. അതൊരു ആത്മബന്ധമായിരുന്നു. അപ്പം തനിക്ക് ശേഷം ദീനിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ആളുകൾ ഉണ്ടാവണമെന്ന് ദ്വാരക്കലും ആഗ്രഹിക്കലും അല്ല ചെയ്തത്, ഒപ്പം കൊണ്ടു നടന്ന് ഉണ്ടാക്കി എന്നുള്ളതാണ് ഹസൻ ഉസ്താദിൻ്റെ വലിയൊരു പ്രത്യേകത. ആ ശിഷ്യനാണ് ബഹുമാന്യരാകുന്ന എ.പി. ഉസ്താദ്. സംവാദങ്ങളിൽ ഒപ്പം കൊണ്ടു നടന്നു, കിതാബ് എടുപ്പിച്ചു, പലപ്പോഴും പറയിപ്പിച്ചു. അങ്ങനെ ഇനി ഞാനങ്ങോട്ട് പോയാലും യാതൊരു സംഭവം ഇവിടെ നടക്കാൻ പോണില്ല എന്ന രീതിയിൽ ഉസ്താദ് എ.പി. ഉസ്താദിനെ വളർത്തിക്കൊണ്ടുവന്നു. സ്ഥിരമായി എ.പി. ഉസ്താദ് പുളിക്കൽ വന്നു, ഉസ്താദിനെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ 1982 ആഗസ്റ്റ് 14 മഹാനായി കെ ഹസൻ ഉസ്താദ് വഫാത്തായി. അറിയാം നമുക്ക് ആ രംഗമൊക്കെ. രാഷ്ട്രീയ പത്രക്കാർ രോഗം പിടിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും കെറിവ് തീർക്കണം എന്ന് കരുതിയിട്ട് അവർ അന്ന് മഹാവൃത്തികേട് ചെയ്തു. ഇപ്പം അങ്ങനെ വലിയ സ്ഥാപനത്തിലൊക്കെ വന്നിട്ട് കൈ പിടിക്കണം നോക്കണ്ട, അജാതി കെറിവ്. രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖം ചിലപ്പോൾ വേറൊരു മോഡൽ തന്നെ ആയിരിക്കും. അങ്ങനെ ആ ഒരു 1982 ആഗസ്റ്റ് 14 ഉസ്താദ് വഫാത്തായതിന് ശേഷം കൃത്യം 3 മാസമായപ്പോൾ മുജാഹിദുകൾ വെല്ലുവിളിയായിട്ടെത്തി. 1983 ജനുവരിയിൽ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടന്നു. 1983 ഫെബ്രുവരി 1, 2, 3 പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട കൊട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് പുളിക്കലിലുള്ള മുജാഹിദി പ്രസ്ഥാനത്തിൻ്റെ ഗർവ് തകർത്തു, അവരുടെ ആത്മാവിനെ കുഴിച്ചു മൂടി. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ന് ഉന്നയിച്ച ഷിർക്കിൻ്റെ നിർവചനം എന്ത് മൗലവി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരായിട്ടില്ല. ഉസ്താദിൻ്റെ ആ മനോഹരമായ ആ ഒരു പ്രകടനം അല്ലേ, ഇപ്പൊ ഇബിനു ചെറിയൊരു തിബറി എടുത്തിട്ട് എന്തായി മൗലവി അല്ലേ, ഓർമ്മയിലുണ്ടാവും. പുള്ളകം കൊള്ളായിരുന്നു. ഹസൻ ഉസ്താദ് അങ്ങോട്ട് പോകുന്നതോടുകൂടെ ഈ പ്രസ്ഥാനത്തിനെ മൂക്ക് പരുത്തി വെച്ച് കടത്താം എന്ന് വഹാബി പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു. 1983 സംഭവം നടന്നു. 30-ാം വർഷമൊക്കെ നമ്മൾ ഏതാനും വർഷം മുന്നേ ആഘോഷിച്ചില്ലേ. ഇതുവരെ പുളിക്കൽ മേഖലയിൽ പിന്നെ സംവാദം എന്നുള്ള ഒരു പരിപാടി അവരാലോചിച്ചിട്ടില്ല. എന്നല്ല, 10-30 മഹല്ല് ഇവരുടെ ആധിപത്യത്തിൽ നിന്ന് മാറി എ.പി. ഉസ്താദിൻ്റെ ഖാളി സ്ഥാനം അംഗീകരിച്ച് അഹ്ലു സുന്നയുടേതായി മാറി. പുളിക്കൽ പരിസരത്ത് മഴ പെയ്താൽ ഒരു സുന്നി പണ്ഡിതന് കയറി നിൽക്കാൻ പീഡികക്കൊലായി ഉള്ള ആ ഒരു കാലത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും നല്ല മനോഹരമായ പള്ളി പുളിക്കലുണ്ടായി, സിയാങ്കണ്ടത്തുണ്ടായി, പരിസരത്ത് പലയിടങ്ങളിലുണ്ടായി. എന്തേ കൊട്ടപ്പുറ സംവാദത്തിൻ്റെ അനന്തരം എന്ന്
പിന്നെ അത് ഇങ്ങോട്ട് പറ്റാഞ്ഞിട്ട് ചിലരൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയൊക്കെ മൂടി വച്ചാൻ ശ്രമിച്ചാലും അത് പറയാതിരിക്കാൻ കഴിയാത്ത ചിലരുണ്ട്. അങ്ങനെ മുസ്തഫൽ ഫൈസിയൊക്കെ പറഞ്ഞത് കാര്യം എന്തായാലും അന്ന് APയുടെ തേരോട്ടായിരുന്നു. വളരെ സുസ്മേരവതനം. കാരണം EK ഉസ്താദ് കോച്ചിങ് കൊടുത്ത് വിട്ടതാണ്. CM വലിയുല്ലാഹി അൻതാലൽ ഹഖ് എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാണ്. പോകൂ ഫത്ഹാക്കു എന്ന് ദ്വേർന്ന് പറഞ്ഞയച്ചതാണ്. അങ്ങനെ വരുമ്പോൾ എത്ര മൗലവിമാർ മാറി. ആലോചിച്ച് നോക്കുങ്ങൾ. ഇതേ വരുന്നു ഇതാ പോകണു. ഇങ്ങനെയായിരുന്നു അന്നത്തെ പരിപാടി. ഈ ഇതുണ്ടല്ലോ നമ്മൾ ടൈഗർ ബാമിൻ്റെ ഒക്കെ ഈ കുപ്പി തുറക്കാതെ കുറേ കാലം വെച്ചാണ്ട് പിന്നെ അതിനൊരു മുറുക്കം. ഓരോരുത്തരിങ്ങനെ തുറക്കും. അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ മോനും ഒന്നും ഇന്ത്യക്ക് കിട്ടട്ടെ, ഓൻ വരും തുറക്കാൻ നോക്കും, പിന്നെ ഓൻ കഴിയും, പിന്നെ വേറൊരുത്തും വരും. ഇതേമാതിരി ഓരോ മൗലവിമാരും വന്നു. ഞാൻ അപ്പടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് 3 ദിവസവും സുന്നി രംഗത്ത് AP ഉസ്താദ് മാത്രം ബാധിച്ചു. ആ ഒരു മഹാവിപ്ലവത്തിലേക്ക് സത്യത്തിൽ EK ഉസ്താദ്, ഹസൻ ഉസ്താദ് വേണ്ടതായിരുന്നു കോട്ടപ്പുറം സ്റ്റേജിൽ. പക്ഷേ ഹസൻ ഉസ്താദിനോട് എല്ലൊടിഞ്ഞ് നിൽക്കുകയാണല്ലോ, പല്ല് കൊഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇനി ഹസൻ ഉസ്താദിൻ്റെ മുന്നിലേക്ക് വെല്ലുവിളിയായിട്ട് പോയിക്കൂടാന്ന് അവർ തീരുമാനിച്ചതാണ്. നമ്മൾ റഷീദുദ്ദീൻ മൂസ ഉസ്താദിനെ നോക്കണം, വാണിയമ്പലത്തിന് ഓർക്കണം. വളരെയേറെ ബഹുമാനത്തോടുകൂടെ ഹസൻ ഉസ്താദിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിനെ ഓർക്കണം. നല്ല സമ്പന്നനായിരുന്നു. മൈക്ക കെട്ടിയിട്ടാണ് ഇങ്ങനെ മൂപ്പര് അപ്പുറത്ത് പോയി നിൽക്കുക. ഉസ്താദ് പറയണാണോ കഥയൊക്കെ? മൈക്ക കെട്ടിയിട്ട് ജീപ്പിൽ മൈക്ക് കെട്ടും. മൂപ്പരുടെ ജീപ്പാണ്, മൂപ്പരുടെ മൈക്കാണ്. എന്നിട്ട് ഇങ്ങനെ കുറച്ചപ്പുറത്ത് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും. അങ്ങനെ അലവുമലയൊക്കെ ഭയങ്കര വെല്ലുവിളിക്കും. വെല്ലുവിളിയുടെ വിളിച്ചിട്ട് പതിയെവിടെ എന്നൊക്കെ പറയുമ്പോൾ ഇതോ അതറിൽ വൈക്കോളാക്കിയിട്ട് അടുത്ത് തുടങ്ങും. വെല്ലുവിളിക്ക് അപ്പോഴേ മറുപടി. അടുത്ത വീട്ടിൽ വന്നിരിക്കുക. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തൊരു സേവനാണ്. തെക്ക് ഭാഗത്തുനിന്ന് മക്കളെയും കുട്ടികളൊക്കെ ഇട്ടിട്ട് മൂപ്പരിക്ക് കൂടെ വരേണ്ടത്. ആ മഹാന്മാരാണ് ഇന്ന് ദഅവാ കോളേജുകളും ദറസുകളും വളരെയേറെ വൃത്തിയിൽ ദീന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യുവ പണ്ഡിതന്മാരുടെ ആധിക്യമൊക്കെ നമ്മുടെ മുമ്പിൽ അടിസ്ഥാനപരമായി നിർമ്മിച്ചു തന്നവർ. അപ്പോൾ പുളിക്കൽ എന്തായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് കോട്ടപ്പുറം സംവാദാനന്തരം സംഭവിച്ചത്. ഞാനതിൻ്റെ മറ്റു ഭാഗങ്ങൾ കുറേ പറയാനുണ്ട്. 1910 AP ഉസ്താദിനെ 10-30 മഹല്ലുകാർ കാലിയായിട്ട് ബൈഅത്ത് ചെയ്യണത്. പിന്നെ പള്ളികളൊക്കെ ഉണ്ടായെങ്കിലും നമ്മുടെ നാട്ടിലൊരു ദീനി സംരംഭം വേണമെന്നുള്ള മനുഷ്യന്മാരുടെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന അദീഖത്തുൽ ഹസനിയ്യ തഅലീമിയ്യ അല്ലേ? ഹസൻ ഉസ്താദിൽ നിന്ന് തുടങ്ങി ഹസൻ സഖാഫി തറയിട്ടാലിലെത്തി നിൽക്കുന്ന ഒരു വിപ്ലവത്തിൻ്റെ പേരാണിത്. പലതും ഇവിടെ നടക്കുന്നുണ്ട്, ഇനി നടക്കണം. ഈ കുന്നിൻ്റെ മേലെ കയറി ഇങ്ങനെ നോക്കും, അവിടെ ഇവിടെയൊക്കെ കാണുന്നത് തീനെ തകർക്കാനുള്ള സാധനങ്ങളാണ്. അപ്പം ഇത് വേണമെന്നല്ല, ഇത് പടർന്ന് പന്തലിക്കണം. മഴദിന് പോലെ മർക്കസ് പോലൊക്കെ ആയി മാറണത്. എങ്കിലാണ് ഈ സൈഡിലുള്ള ഈ അടുക്കള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ ഈ അപ്പുറമൊക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ നിഷ്പ്രഭമായി പോവണം. അത് ഇതിനോടുള്ള വിരോധമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് എത്ര മനോഹരമായി അലങ്കരിച്ചാലും ഒരു വിശ്വാസിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഹസൻ ഉസ്താദ് പഠിപ്പിച്ചെന്ന അതാണ്. ചില രാഷ്ട്രീയ വഹാബികളൊക്കെ കാണാൻ പോയപ്പോൾ ചുമരിൻ്റെ അടുക്കട് തിരിഞ്ഞു കടന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ മുഖത്തൊന്ന് തിരിഞ്ഞു നോക്കാതെയായിരുന്നു ഹസൻ ഉസ്താദ് ഇറക്കി വിട്ടത്. അങ്ങനെയൊക്കെ തന്നെ വേണമെന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് തോന്നും. അറിയില്ലേ ബഹുമാന്യരാകുന്ന ചാലിയാത്തിയെ മക്കൾക്ക് ഇത്തിരി വളവ് എന്ന് തോന്നിയപ്പോൾ ഇനി എൻ്റെ അനന്തരാവകാശത്തിൽ ചില്ലിക്കാശ് അവർക്ക് നൽകാൻ പാടില്ലെന്ന് വസിയത്ത് ചെയ്ത് കൊടുത്തു. അപ്പം അത് യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീട്ടിലിരിക്കുകയാണ്. അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ റസൂലവരുടെ ഒന്നാമത്തെ പ്രകടനം ഗംഭീരായല്ലോ എന്നുള്ള റായത്തിൽ ആ സമയത്താണ് തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുള്ള വരുന്നത്. ബദർ യുദ്ധം നടക്കുന്ന കാലത്ത് പ്രതിപക്ഷത്തായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഒരാൾ പറഞ്ഞു, എനിക്ക് പലവട്ടം ചാൻസ് കിട്ടി വാപ്പാൻ്റെ തലെടുക്കാൻ. പിന്നെ വാപ്പല്ല എഴുതിയിട്ട് വിട്ടതായിരുന്നു, ഉമ്മാൻ്റെ ഭർത്താവല്ലേ എഴുതിയിട്ട് വിട്ടതായിരുന്നു.
ബഹുമാനരാകുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നുണ്ട്, എനിക്കൊരു അർദ്ധാവസരം കിട്ടിയിരുന്നെങ്കിൽ നിന്റെ തല എൻ്റെ കരങ്ങളാൽ ബദറിൻ്റെ രണാങ്കളത്തിൽ വീണു ഉരുളുമായിരുന്നു. എന്തേന്നറിയോ, ഞാൻ ഹക്കിലാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. നീ ഹക്കിലാണ് എന്നത് ഇതുവരെയും നിൻ്റെ മനസ്സിന് പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ സംഭവം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒരു വട്ടം യാ ഗൗസ് യാ മുഈദ്ദീൻ എന്ന് വിളിച്ചാൽ 4 വട്ടം മുശ്രിക്കാവുന്ന എഴുതിയ മൗലവിമാർ, 1000 വട്ടം വിളിച്ച് 4000 വട്ടം മുശ്രിക്കായ പള്ളിയിൽ ഉസ്താദിനെ തുടർന്ന് യശസ്കരിക്കും. അതാ രസം. എന്താ പ്രശ്നം? അവർ നിലകൊള്ളുന്നത് ഹക്കിലാണെന്ന് അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മോന് ഉണ്ടായിരുന്ന ആ ഒരു ചാബല്യം, ആ ഒരു ചാഞ്ചാട്ടം അവർക്ക് വിടുന്നില്ല. അത് ഹക്കിലാന്ന് അവർക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് 4000 വട്ടം മുശ്രിക്കായി ഒരൊറ്റ കുത്തുബൈത്തുകൊണ്ട് 4000. മൂപ്പര് ചിലപ്പോൾ 10-500 കുത്തുബൈത്ത് നടത്തിയിട്ടുണ്ടാവും. 500-4000 അത്രക്ക് മുശ്രിക്ക ആള്, കടുകട്ടി മുശ്രിക്ക്. ആളെ തുടർന്ന് ഇങ്ങനെ നിസ്കരിക്കും. മൂപ്പര് സലാം അടക്കിയില്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കും, പിരിച്ചുവിടും. ഏതോ ഒരു മൗലവി മരണപ്പെട്ടു, ആൾക്ക് മയ്യത്ത് ഈ ഉസ്താദ് നിസ്കരിച്ചില്ല, അപ്പം പിരിച്ചുവിടും. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു മുസ്ലിം മരിച്ചിട്ടുണ്ടെങ്കിൽ രാമനും ജോസഫും ദാസനൊക്കെ നിസ്കരിക്കുമോ? ഇല്ല. അതിലേറെ കടുകട്ടിയാണ്, അബൂജഹലിനേക്കാൾ കട്ടിയാണ് കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാരെന്ന് പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ അല്ലേ. അവർ നിലകൊള്ളുന്നതിൽ ഒരാത്മാർത്ഥതയില്ലാത്തത് കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹസൻ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് അസ്ലിൻ ദസ്ലം എന്ന് എഴുതി വെച്ച മനുഷ്യന്മാരെ ഇന്ന് അനുഭവിക്കുന്നു. അവർ മുസ്ലിമാണെന്ന് അംഗീകരിക്കാൻ പിൽക്കാലത്തുള്ള അവരുടെ അനുയായികൾക്ക് സാധ്യമല്ല. മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. യാ ഗൗസ് യാ മുഈദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വട്ടം മുശ്രിക്കാവും. ഒരു കണക്കൊന്നുമില്ല. തൊള്ളിക്കൊള്ളണത് കോതക്ക് മാത്രമല്ല, ബാലുവിനും പാട്ടാണ്. എത്ര വട്ടം മുശ്രിക്കാക്കൽ. അബൂജഹലിനേക്കാൾ മോശമായിരുന്നു നമ്മുടെ സമസ്തൻ്റെ ഉസ്താദുമാർ എന്ന് പറയും. എന്നിട്ട് കരഞ്ഞൊരു വേദിയിൽ കയറുക. ഈയിടെ ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്നെ വിളിച്ചു. അവൻ എനിക്ക് സലാം പറഞ്ഞില്ലേ. ഞാൻ സലാം പറയാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമാണെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല എന്ന്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൗഹീദ് പ്രസംഗിച്ച് എന്നെ മുശ്രിക്കാക്കുന്നു. ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് സധീരം തൗഹീദ് പ്രസംഗിച്ച് എന്നെ മുശ്രിക്കാക്കുന്നു. അതും സ്വന്തം അനുയായികൾ, സ്വന്തം മുജാഹിദ് പ്രസ്ഥാനക്കാർ അനുഭവിച്ചു. ഹസൻ ഉസ്താദിന് നീ മുസ്ലിം ആകുന്നും പറഞ്ഞിട്ട് കത്തെഴുതിയ ആൾ മുസ്ലിം അല്ല എന്നിടത്ത് പിൽക്കാലത്തുള്ള അനുയായികളെല്ലാവരും എത്തിച്ചേർന്നു. അവരത് പറയാൻ ചിലപ്പോൾ വിഷമമുണ്ടാവും, പക്ഷെ പറയില്ല. ഈ ഒരു 100 കൊല്ലത്തെ കാര്യം ആലോചിച്ച് നോക്കുക. ഹസൻ ഉസ്താദ് പഠിപ്പിച്ച ഏതൊരാദർശമുണ്ടോ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പോഴും നിലകൊള്ളുന്നു. 100% ആത്മാർത്ഥതയോടുകൂടി അവരത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, അതിൻ്റെ പ്രചാരണം നടത്തുന്നു. എന്തേ മാറി? വ്യത്യാസം മാറിയോ? തവസ്സുല് മാറിയോ? ബറക്കത്തെടുക്കൽ മാറിയോ? ഒന്നുപോലും മാറിയില്ല. നേരെ മറിച്ച് എല്ലാം കുളിപ്പിച്ച് റെഡിയാക്കാൻ ഇറങ്ങിയ ആളുകൾ എന്താണ് തൗഹീദ് എന്ന പരമപ്രധാനമായ ദീനിൻ്റെ ആത്മാവിൽ പോലും തീരുമാനമാകാതെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങളൊക്കെ അറിയും, അബ്ദുറഹ്മാൻ എരുവേട്ടി എന്ന് പറയുന്ന ഒരു മൗലവിന് മുജാഹിദ് പ്രസ്ഥാനക്കാർ 4-5 ഗ്രൂപ്പ് ആകുന്നതിൻ്റെ മുമ്പ് അയാൾ ഇറക്കിയ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആത്മാഭിമാനത്തോടു കൂടി അയാൾ പറയുന്നുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷം മൗലൂദ്, മന്ത്രിച്ചൂതൽ, പിന്നാണം എഴുത്ത്, ഇങ്ങനെ തുടങ്ങി കുറേ സാധനം എണ്ണിയിട്ട് ഇതൊക്കെ ഇല്ലാതായി. ഞാൻ മഴതിൽ കാറ് വെച്ചാണ് വരുന്നത്. ജസ്റ്റ് തങ്ങളൊന്ന് കാണാൻ നോക്കുമ്പോൾ മന്ത്രിച്ചൂതാനുള്ള വരി കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല. പണ്ടൊക്കെ ഈ വയലിൻ്റെ മുമ്പിൽ 4 വരി പുതിർത്തല്ലേ അല്ലേ, ഇങ്ങനെ നോക്കും പള്ളിയിൽ നിന്ന് ഉസ്താദ് വരുന്നുണ്ടോ, നാമിൻ തദക്കുരിജി എന്ന് പറഞ്ഞിട്ട്. ഇന്ന് SSFൻ്റെ സാധാരണക്കാരാകുന്ന പ്രവർത്തകർക്കൊക്കെയും ബുർദത്തു ഷരീഫ് കാണാതെ അറിയും. മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന മാറ്റാണത്. മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന മാറ്റാണത്. ഉണ്ടൂർ ഉസ്താദിൻ്റെ ദർഗയിലേക്ക് ചെല്ലുക, തനി മക്ബർ അല്ലേ, പഴക്കൊല വരും, കുരുമുട്ടായി വരും, 13 വക, 133 വക, 6666 വകകളൊക്കെ ഉണ്ട്, തസ്ബീമാലുണ്ട്. നോക്കുങ്ങൾ എല്ലാ മക്ബറയും എടുത്തു കളഞ്ഞോല്ലോ അവര്. എല്ലാ മക്ബറയിലുള്ള അനാചാരങ്ങൾ എടുത്തു കളഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. മന്ത്രിച്ചൂതൻ ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ ഒന്നും നടുവ് നികർത്താൻ പറ്റാത്ത വിധം അവിടെ ആളുകൾ ഇരച്ചു കയറി. മൗലൂവിൻ്റെ സാസുകൾ വ്യാപകമായി.
എല്ലാവരുടെയും പോക്കറ്റിൽ പല ടൈപ്പ് മൗലൂദുകളായി. പണ്ട് നാട്ടിലൊക്കെ ഒരു മൗലൂദ് ഇറക്കണമെങ്കിൽ ആചാര്യ വീട്ടിലേക്ക് സബീനക്ക് പോകണമായിരുന്നു. കാരണം മൂപ്പരടുത്തേ ആ സബീന ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ വീട്ടിലും 10ഉം 20ഉം ചെറുതും വലുതുമായിട്ട് മൗലൂദ് കിതാബുകളുണ്ട്. എന്താ മാറ്റിയത്? എന്താ എടുത്തു കളഞ്ഞത്? ഒരു 100 വർഷം കോടാനിക്കോട് പൈസകൾ നശിപ്പിച്ചു കളഞ്ഞു എന്നല്ലാതെ സേവനാത്മകമായി ഉപയോഗപ്പെടുത്തേണ്ടത്, പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് നശിപ്പിച്ചു കളഞ്ഞു എന്നല്ലാതെ കുറേ മുഅ്മിനീങ്ങളെ കള്ളം പറഞ്ഞിട്ട് കുറേ മൗലിമാർ നരകത്തിന് അർഹരായി എന്നതല്ലാതെ, ചില കുടുംബങ്ങളിലൊക്കെ ഭിന്നത വന്നു എന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളാണ് വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാക്കിയത്, ക്ഷമിക്കണം. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളിൽ എഴുതുന്നുണ്ട്, ഗൾഫ് പണമാണ് കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ അന്നം കിട്ടാത്ത ആളുകൾക്ക് എന്ത് സ്കൂൾ പഠനം? അന്ന് മാറി നിന്നിരുന്നു. ഞങ്ങളാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് സമസ്തയുടെ തീരുമാനം മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അന്നത്തെ തീരുമാനം എ ഇന്നത്, ബി ഇന്നത്, സി ഇന്നത് എന്നാണ്. ഇംഗ്ലീഷിനോടല്ല വിരോധം. കൈപ്പറ്റ ഉസ്താദ് എത്ര വലിയ ഇംഗ്ലീഷ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഞാൻ ഓർക്കുകയാണ്, പൊന്മുള ഉസ്താദ് എഴുതിയ ലേഖനത്തിൽ ഇംഗ്ലീഷ്, അറബി, മലയാളം നിഘണ്ടുണ്ടാക്കിയിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ പ്രിൻ്റ് ചെയ്യാതെ പോയി, ഭാഗ്യദോഷം. അതേ സ്മരണയ്ക്ക് മുസ്തഫൽ ഫൈസി എഴുതിയൊരു ചരിത്രം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാനത് പറയാൻ കരുതിയതല്ല, ഇപ്പോൾ ഓർക്കുകയാണ്. മഹാനായ കൈപ്പറ്റ ഉസ്താദ് യാത്ര പോകുമ്പോൾ ട്രെയിനിൽ അലിഗഡിലേക്ക് പഠിക്കാൻ പോകുന്ന ചില പരിഷ്കാരി മുസ്ലിം കുട്ടികളുണ്ട്. ഉസ്താദിൻ്റെ ഈ പഴയ വേഷമൊക്കെ കണ്ടപ്പോൾ അവർ പരിഹസിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നു, പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു, ഇതിലോരോന്നും പറഞ്ഞിട്ട്. അവരിങ്ങനെ ഒതുങ്ങിയ സമയത്ത് അവരാ പറഞ്ഞ എല്ലാ പരിഹാസത്തിനും അവർക്കറിയാവുന്നതിലേറെ മനോഹരമായ ഇംഗ്ലീഷിൽ കൈപ്പറ്റ ഉസ്താദ് മറുപടി പറഞ്ഞു. അവരാകെ വിഷണ്ണരായതും കൈപ്പറ്റ ഉസ്താദിൻ്റെ കൈ പിടിച്ച് കരഞ്ഞതും പൊരുത്തപ്പെടിപ്പിച്ചതൊക്കെ മുസ്തഫൽ ഫൈസി ആ സ്മരണികയിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് വിരോധം അത് വേണം. കാരണം ബ്രിട്ടീഷുകാർ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത് ഭാഷ പഠിപ്പിക്കൽ മാത്രമല്ലായിരുന്നു, അവരുടെ കുരിശ് സംസ്കാരം കൂടി പഠിപ്പിക്കലായിരുന്നു. എത്ര മൈന്യൂട്ടായിട്ട്. അവരൊക്കെ വാവാകക്ഷികളാണ്, പാപ്പാകക്ഷികളാണ്. ഈ കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ പാപ്പാകക്ഷികളാണ്. അന്ന് കേരളത്തിലുണ്ടായിരുന്നത് ബാബിലോൺ, ഇബ്രാഹിം നബിയുടെ നാട് കേന്ദ്രമായിട്ടുള്ള വാവാകക്ഷികളായിരുന്നു. അവർ റോമല്ലായിരുന്നു അവരുടെ സെൻറ്റർ, നേരെ വെച്ച് ബാബിലോണിയായിരുന്നു. ഈ വാവാകക്ഷിക്കാരെ പാപ്പാകക്ഷികളാക്കാൻ വേണ്ടി എത്ര ക്രൂരത അവർ ചെയ്തു. എന്നിട്ടല്ല അന്യമതക്കാരുടേത്. പെണ്ണുങ്ങളുടെ മാറി നിന്ന് പാല് കുടിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി ഉരലിലിട്ടിട്ട് ഒലക്കയും പിടിച്ചിട്ട് പോർച്ചുഗീസുകാർ ചോദിച്ചു, ഡിക്കണോ നീ വാവാകക്ഷിയിൽ നിന്ന് പാപ്പാകക്ഷിയിലേക്ക് മാറണോ എന്ന്. അത്ര ക്രൂരത ചെയ്തു. ക്രിസ്ത്യാനി ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് കൂനംകുരിശു സത്യാഗ്രഹം. നിങ്ങൾ ചരിത്രം വായിച്ചാൽ അറിയും. കോട്ടയത്ത് പാലായിൽ വലിയ കയറ് പിടിച്ച് എല്ലാവരും അതിമ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ അക്രമം കാട്ടിയാലും വാവാകക്ഷിയിൽ നിന്ന് പാപ്പാകക്ഷിയിലേക്ക് മാറൂല എന്ന് പ്രതിജ്ഞ എടുത്തത്. അപ്പം ഇവരൊക്കെ വന്നിട്ട് അവരുടെ ഭാഷ പഠിപ്പിക്കുകയല്ല ചെയ്തത്, ഭാഷയോടൊപ്പം കുരിശ് സംസ്കാരം കൂടി പഠിപ്പിക്കുകയായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം വന്നപ്പോൾ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് സമസ്ത പറഞ്ഞു. ആ സമയത്ത് പഠിക്കുന്നവർ പറഞ്ഞതിന് തെളിവുണ്ടോ? അതൊന്നുമില്ല. ഞങ്ങളാ പഠിപ്പിച്ചത്. പിന്നെ ദാരിദ്ര്യം നീങ്ങി സ്കൂളിൽ പോകാൻ പറ്റും കുട്ടികൾക്ക്. എൻ്റെ വലിയ ജ്യേഷ്ഠൻ എന്നെ കാണുമ്പോഴൊക്കെ സങ്കടം പറയും. അതൊരു സബ്ജക്റ്റീവ് വിഷയമാണ്, നിങ്ങൾ ക്ഷമിക്കുക. എന്നെ അതാ കൊണ്ടുപോയി ആക്കിയെന്നോടാ, എൻ്റെ ഒരു ഓമന പേരുണ്ട്, അത് വിളിക്കും. ഉമ്മയും വാപ്പി മരിച്ചതിന് ശേഷം എന്നോടൊക്കെ വലിയൊരു കാരുണ്യം മൂപ്പരാൾക്ക്. പണ്ടില്ല എന്നല്ല, ഇപ്പോൾ കുറച്ചും കൂടി ആർദ്രത കൂടുതലാണ്. എന്നെ ഓതാൻ കൊണ്ടാക്കിയിരുന്നു. പിന്നെ നിങ്ങളെ ചെറിയ ആൾക്കാരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആളില്ലായിട്ട് വാപ്പ എന്നെ പിടിച്ചുവിടുന്നു. വാപ്പാക്ക് പണിക്കോണം, ഉമ്മാക്കും പണിക്കോണം. അങ്ങനെ നമ്മളൊക്കെ അവർ വളർത്തിയത്. കപ്പയുടെ വെള്ളം കുടിച്ചായിരുന്നു ഇത്ര 9 പ്രസവിക്കാൻ എൻ്റെ അമ്മ പെറ്റ് കിടന്നു. അതിരിക്കട്ടെ. അങ്ങനെ എൻ്റെ ഉസ്താദ്, ഒരു സലാം ഉസ്താദ് വീട്ടിലേക്ക് വന്നു, വലിയ കാക്കാൻ്റെ. എന്നിട്ട് ഉമ്മാനോടും വാപ്പാനോടൊക്കെ സംസാരിച്ചു. നല്ല പഠിക്കണ കുട്ടിയാണ്, ഓനെ നിങ്ങൾക്ക് വിട്ടുതരണം. അപ്പോൾ വാപ്പ പറഞ്ഞു ഇവിടെ കുട്ടികളെ നോക്കാനൊന്നും ആരുമില്ല. ആ ഉസ്താദ് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞു, എന്നാൽ ഇനി 4 കന്നും വാങ്ങിക്കൊടുത്തത്. അതെന്തോ ഒരു കണക്കാണ്, ഏതായാലും കുട്ടി നോക്കാൻ നിൽക്കില്ല, എന്നാൽ പൈക്കളയും നോയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി.
എന്നിട്ട് ജ്യേഷ്ഠൻ പറയും അൽഹംദുലില്ലാ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സാധ്യത എൻ്റെ തൊട്ട് മേലുള്ള ആൾ, നിങ്ങൾ രണ്ടാളെങ്കിലും ഉസ്താദുമാരായല്ലോ അൽഹംദുലില്ലാ എന്ന് പറയും. ആ നൊസ്റ്റാളജിയ മൂപ്പർക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. എങ്ങനെയാന്ന് പഠിക്കാന്ന്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഈ ചേട്ടന്മാർക്ക് തൂമ്പ കൊത്താൻ പോയിട്ടുണ്ടെങ്കിൽ അരണ കാലണൊക്കെയാണ് കിട്ടുക. എൻ്റെ വാപ്പാനെ പലപ്പോഴും വിളിക്കൂല. എന്താണെന്നറിയോ? മൂപ്പരാൾ ഉച്ചക്ക് 10 മിനിറ്റ് നിസ്കരിക്കാൻ നിൽക്കും. ഇന്നത്തെ മാതിരി 1 മണിക്കൂർ പാട്ട് കേട്ടുള്ള വിശ്രമമൊന്നുമില്ല അന്ന്. അക്കാലത്ത് പഠിക്കാൻ കഴിയില്ല. പിന്നെ ഗൾഫ് പണം വന്നു, പട്ടിണി മാറി, പഠിക്കാം എന്നൊക്കെ ആയി. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു, സയൻസ് പഠിച്ചു, ഡോക്ടർമാരായി. അൽഹംദുലില്ലാ ചൈനീസ് ഭാഷയിലാണ് ഒരു മൊലിയൊരുട്ടി ഒരാദിനി ഈ പ്രാവശ്യം JRF-ൽ പാസ്സായത്. ചൈനീസ് ഭാഷ. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണണമല്ലേ. നമ്മൾ മലയാളം അറിയാത്ത ആൾ എത്ര ഇംഗ്ലീഷ് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷയുടെ ലെറ്റർ നമുക്കറിയാം. കാക്ക കൂട് കൂട്ടിയ മാതിരിയാണ്. ടൈഗർ പാമ്പിൻ്റെ കുപ്പിമ്മ നോക്കിയാൽ അറിയാം. പഴഞ്ചൊല്ലുണ്ട്, ചൈനയിൽ അക്ഷരം പഠിച്ച പണ്ഡിതനായി. ആ ഭാഷയിൽ JRF ഇട്ടാ എവിടെ എത്തി സമൂഹം എന്നാലോചിച്ച് നോക്കൂ. ആ ഭാഷയിൽ JRF ഇട്ട്. ഈ വിപ്ലവത്തിൻ്റെ എല്ലാം തുടക്കം കർമ്മധീരരായ ആത്മാർത്ഥതയുടെ പ്രതീകങ്ങളായ പണ്ഡിത സാഗരങ്ങളായ ഈ ഹസൻ ഉസ്താദിനെ പോലെയുള്ള പലരെയും നമ്മൾ പറഞ്ഞു, പലരെയൊക്കെ പറയാതെ വിട്ടു. അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ, അധ്വാനത്തിൻ്റെ, കഠിനമായ സേവനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് പുളിക്കക്കാർ വലിയ ഭാഗ്യവാന്മാരാണ്. ഹസൻ ഉസ്താദിൻ്റെ പടയോട്ടത്തിൽ സ്വന്തം നാടാവുന്ന, ജനിച്ച നാടാകുന്ന പറമ്പിൽ ബസാറിനേക്കാളും മഹാനുഭാവൻ ബന്ധപ്പെട്ടുന്നത് നിങ്ങളുടെ നാടിനോടാണ്. അതുകൊണ്ട് മഹാന്മാരെ സ്മരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ മുത്തല്ലിമീങ്ങൾ ഊർജ്ജസ്വലരായി പഠിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും സംവാദം പഠിക്കണ്ട, ആദർശം പഠിക്കൊന്നും വേണ്ട. ആ പോയത്തത്തിന് ചെവി കൊടുക്കാതെ ഒരു ദിവസം ഒരായത്തെങ്കിലും ഇസ്തിഹാസ സംബന്ധമായിട്ട് പഠിക്കും. വേറെ ഏതെങ്കിലും നമ്മുടെ മസലായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ പഠിക്കരുത്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്ത് ഇന്നമാ വലിയക്കും അങ്ങനെ പഠിക്കണം. സൂറത്തുൽ ഇസ്രായിൻ്റെ 82-ാമത്തെ ആയത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ മന്ത്രിച്ചൂതിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെയാണ് ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചു തന്നത്. ഹസൻ ഉസ്താദിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും മുത്തല്ലിമീങ്ങളെയൊക്കെ സമ്പൂർണ്ണ ആലിമീങ്ങളായി ആത്മാർത്ഥതയുള്ള പ്രബോധകന്മാരായി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ നേതാക്കൾക്ക് ഇസ്സത്തും മിഫത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ, ലോകരാജ്യങ്ങളെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും പടച്ച റബ്ബ് രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SJM-ൻ്റെ സോൺ സെക്രട്ടറി ബഹുമാനപ്പെട്ട ലത്തീഫ് ഉസ്താദ് ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രാസ്ഥാനിക സംഗമം അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട പുയക്കാട്ടിൽ ഉസ്താദിൻ്റെ ചരിത്രപരമായ ഈ ഹസൻ മുസ്ലിയാരുടെ നിയോഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു ആ പൂർവികരുടെ പാതയിൽ സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ആശംസയായി അറിയിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSF-ൻ്റെ ഡിവിഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബുഖാരി ആശംസ അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. വളരെ അർത്ഥഗംഭീരമായ ഒരു സെഷൻ ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പുളിക്കൽക്കാരെന്നർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കുകയും അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രാസ്ഥാനിക വിപ്ലവത്തിന് പുതിയ കാലത്തെ ചാലകശക്തികളാകാൻ നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്ത തീരുമാനങ്ങളെടുക്കണമെന്ന് നമുക്ക് ഈ സെഷനിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നടന്ന മുഴുവൻ പഠന പാഠ്യേതര സെഷനുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നമ്മുടെ ഐതിഹാസികമായ ആണ്ട് നേർച്ചയുടെ സമാപനം നാളെയാണ്. ബഹുമാനപ്പെട്ട ലുക്മാൻ സക്കാഫി ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ വന്യരായ ഷാഫി സക്കാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട തുറബ്ദങ്ങ അടക്കമുള്ള നമ്മുടെ സമുന്നതരായ നേതാക്കൾ സംബന്ധിക്കും. എല്ലാവരും നമ്മുടെ സഹോദരിമാരടക്കം പങ്കെടുക്കുന്ന വലിയ നമ്മളെ സമാപന ദിവസമാണ്. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. വീട്ടിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തും, ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരന്മാരെ, ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഡോക്യുമെൻ്ററി എല്ലാവർക്കും തന്ന് അതൊരു ആദരവായി എല്ലാവരും കരുതണം. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനമാണ് എന്ന നിലക്ക് നാളെ എല്ലാ ജുമാഅത്ത് പള്ളിയിലും ഈ നേർച്ച പറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മഹല്ലുകളിൽപ്പെട്ട എല്ലാ സ്ത്രീ പുരുഷന്മാരെയും, നാളെ സ്ത്രീകൾക്കും കൂടിയുള്ള പരിപാടിയാണ്. കാരണം 3 മാസത്തിലൊരിക്കൽ സ്ഥിരമായി വരുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഫാമിലി പരിപാടിയാണ് നാളെ. ലുക്മാൻ ഉസ്താദിൻ്റെ വയല് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അടക്കം ദീർഘമായ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിൻ്റെ ഭക്ഷണം എല്ലാം ഉണ്ടാകും നാളെ. അതുകൊണ്ട് ഓരോരുത്തരും, ഓരോ പ്രവർത്തകരും അവരുടെ മഹല്ലിലുള്ള എല്ലാവരെയും ഈ സന്ദേശം അറിയിച്ചുകൊണ്ട് നാളെ ഇവിടെ എത്തിക്കണമെന്നും നിങ്ങൾ അവരുടെ മുന്നിൽ പ്രവർത്തകരായി ഉണ്ടാകണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീട്ടിയദ്ര മാഷ് നന്ദി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദർശ പഠനം പ്രാസ്ഥാനിക സംഗമത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട പുഴക്കാട്ടീരി ഇബ്രാഹിം സക്കാഫി ഉസ്താദ് അവറുകൾ, അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ മഹത്തായ സംരംഭത്തിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകൾക്കും, നേതാക്കൾക്കും, പ്രവർത്തകർക്കും, മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM അടക്കമുള്ള എല്ലാ സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ്. 3 സ്വലാത്തോടുകൂടെ നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.